ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമുക്ക് ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ജ്യോതിഷ് കുമാർ സാർ നമ്മളോടൊപ്പം ഇന്നുണ്ട്. കുറച്ച് ഗ്യാപ്പായി കഴിച്ചു സാറ് ഈ 6 മാസം കൂടും നമുക്ക് നമ്മളോടൊപ്പം ഉണ്ടാവുന്നതാണ്. ചെറിയൊരു ഗ്യാപ്പായിട്ടുണ്ട്. ഇപ്രാവശ്യം സാറിന് ഒരുപാട് പുതിയ ആൾക്കാരെ നമ്മളോടൊപ്പം പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാർ. ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. സാർ ഒരു സയന്റിസ്റ്റ് ആണ്, കേന്ദ്ര ഗവൺമെന്റ് സയന്റിസ്റ്റ് ആണ്. അതിൽ നിന്നും VRS എടുത്തതിന് ശേഷം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. ഇനി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എനർജറ്റിക് ലീഡർ എന്ന് പറയാം. കേരളത്തിലെ ആദ്യത്തെ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, വെസ്റ്റീജിലെ ഹയസ്റ്റ് പൊസിഷനായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ കേരളത്തിലെ ആദ്യമായി എത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ 2 മാസം മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ലണ്ടനും സ്കോട്ട്ലാൻഡൊക്കെ വിദേശ യാത്രയൊക്കെ കഴിഞ്ഞു. നിരവധി ആൾക്കാർ, വലിയൊരു ഫാമിലി, ഒരുപാട് ഫാമിലി വലിയൊരു സക്സസ് എത്തിച്ചു കൊടുത്ത ഒരു പവർഫുൾ എനർജറ്റിക് ലീഡർ കൂടിയാണ് അദ്ദേഹം. നമ്മളെല്ലാം ഭാഗ്യമാണ് അദ്ദേഹം നിന്ന് നമ്മളോടൊപ്പം വന്നതും. ഞാൻ രാവിലെ ജസ്റ്റ് സാറിനോട് ചോദിച്ചപ്പോൾ തന്നെ സാർ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, എല്ലാവരുടെ അനുവാദത്തോടുകൂടി സാറിൻ്റെ ഈ ഒരു എനർജറ്റിക് സെഷൻ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ജ്യോതിഷ് കുമാർ സാർ. ഓക്കെ, താങ്ക് യു ഷാജി. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ 2 തവണ ഈ മീറ്റിംഗ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോഴൊക്കെ ഓരോ മീറ്റിങ്ങുകളൊന്നും ഓരോ ഫങ്ഷൻസ് ഒന്നുകൊണ്ട് മാറിപ്പോയതാണ്. അപ്പം നമുക്കറിയാം, ഈ വർഷം 2025 ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ കൊഴിഞ്ഞു വീഴാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ മുമ്പ് ഇനിയുള്ള വർഷം 2026ആണ്. ഒരു പക്ഷേ ഇതിൽ പുതിയ കുറച്ച് ആൾക്കാർ ഉണ്ടാവാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം, എൻ്റെ പേര് ജ്യോതിഷ് കുമാർ, സ്വന്തം സ്ഥലം ട്രിവാൻഡ്രം. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ സിൽക്ക് ബോർഡിലായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്, റിസർച്ച് ഓർഗനൈസേഷനാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വെസ്റ്റേജിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭരതൻ സാറാണ്. ഭരതൻ സാറിന്റെ ലിസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രഗ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. എൻ്റെ സ്പോൺസർ അദ്ദേഹമാണ്. DOC ഞാൻ ഈ ബിസിനസ് വരുന്ന സമയത്ത്, ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഗവൺമെന്റ് സർവീസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ. ജീവിതം ഒരു 4 വീലർ പോലും എനിക്കില്ലായിരുന്നു, 2 വീലർ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇതിൽ അട്രാക്ട് ചെയ്ത കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ എത്ര വലിയ സ്വപ്നം ഇതിനകത്ത് നേടാൻ പറ്റും. ഇപ്പൊ സർക്കാർ ജോലിയിൽ ഞാൻ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് പോലും നേടാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിൽ കേവലം 4-5 വർഷം കൊണ്ട് നേടാൻ സാധിച്ചെന്നുള്ളൂ. അപ്പൊ അത്രമാത്രം വ്യാപ്തിയുള്ള, അത്രമാത്രം ഗ്രോത്ത് ഉള്ള, അത്രമാത്രം നമ്മുടെ ജീവിതത്തിനെ മാറ്റാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡിറക്ട് സെല്ലിംഗ്. എനിക്കറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ എല്ലാവരും ഈ ബിസിനസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിറക്ട് സെല്ലിംഗ് എന്ന വാക്കാണ് ശരിക്കും കറക്റ്റ്. ഡിറക്ട് സെല്ലിംഗ് എന്ന ഈ ബിസിനസ് വരുന്ന സമയത്ത് നമ്മൾ ഒന്നും അറിയാതാണ് കടന്നു വരുന്നത്. ഇനി ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയോ, നമ്മളൊരു നല്ല ഫ്രണ്ട് പറഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യും. പക്ഷെ ഇതിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? നമ്മൾ സാധാരണ എന്നെ പറയുന്നത് പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും. അത് നമ്മൾ ഈ ബിസിനസിന്റെ പ്ലാൻ നിങ്ങൾ കേൾക്കുന്നതാണ് അല്ലേ? എക്സ്ട്രാ ഇൻകം, ഫൈനാൻഷ്യൽ ഫ്രീഡം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഓപ്റ്റിമൽ ഹെൽത്ത്, ലെഗസിക്ക് വേണ്ടി ലീവ് എ ലെഗസി, ഫോറിൻ ട്രിപ്സ്, റോയൽറ്റി ഇൻകം, ഇയർലി റിട്ടയർമെന്റ്. ഞാൻ ഇയർലി റിട്ടയർമെന്റ് എടുത്ത ഒരാളാണ്. ഇതിൽ ഈ ഡിറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വന്നുകൊണ്ട് മാത്രം. പിന്നെ നിരവധി കാര്യങ്ങളുണ്ട്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങളുടെ വ്യക്തിത്വ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരുപാട് ആൾക്കാർ സംസാരിക്കാൻ, ഇടപഴകാനൊക്കെ ഉള്ള കഴിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം. ഇതിന് നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് വിജയിക്കാൻ നമുക്കിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. അപ്പൊ നമുക്കറിയാം, വെസ്റ്റേജ് ബിസിനസ് വന്നാൽ നമുക്ക് 9 തരത്തിലെ വരുമാനമുണ്ട്. 9 തരത്തിലെ വരുമാനം. അത് കാർ വാങ്ങാൻ ഫണ്ടുണ്ട്, വിദേശയാത്രയ്ക്ക് ഫണ്ടുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിൽ വരണമെന്നില്ല. അപ്പൊ ഞാനിതെല്ലാം പഠിച്ചിട്ട് വന്ന ആളല്ലല്ലോ. എന്നെ സംബന്ധിച്ചൊരു കാർ, ഇന്ന് 2 കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നീട് അറിയാം, ഇതിനകത്ത് ഹൗസ് ഫണ്ട് എന്നൊരു ഫണ്ടുണ്ട്. നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചു. ആ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഹൗസ് ഫണ്ട് കിട്ടിയപ്പോൾ, കാർ ഫണ്ട് കിട്ടിയപ്പോൾ കാർ വാങ്ങാൻ സാധിച്ചു. ഹൗസ് ഫണ്ട് കിട്ടിയപ്പോൾ വലിയൊരു വീട് വയ്ക്കാൻ സാധിച്ചു. ട്രാവൽ ഫണ്ട് കിട്ടിയപ്പം എല്ലാ വർഷവും ഇപ്പൊ 3 ഫോറിൻ ട്രിപ്പ് ഉണ്ട്. എല്ലാ ട്രിപ്പിനും ഞാൻ പോകാറില്ല.
അപ്പൊ ആലോചിച്ച് നോക്കുക, ഇതെല്ലാം നമുക്ക് ഈ ബിസിനസ് തരുന്ന. അപ്പൊ നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നവരല്ല. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന പല ആൾക്കാർക്കും എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വരുന്നവരല്ല. നമ്മൾ ഇതിൽ വന്നതിന് ശേഷം മാറുകയും പഠിക്കുകയും മാറി ചിന്തിക്കുകയും മാറി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിൽ വിജയിക്കുന്നത്. അതിനാണ് പറയപ്പെടുന്നത്, ഇത് നമ്മൾ തനിച്ചല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ അപ്ലൈൻ ഉണ്ടാവും. നമ്മളൊരു സിസ്റ്റം, വിനിങ് ടീം എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിനെ SP ബറയിൽ നയിക്കുന്നു. അതേസമയം വെസ്റ്റീജിനെ നയിക്കുന്നത് ഗൗതം ബാലി എന്ന് പറയുന്ന ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വിഷണറിയാണ്. അപ്പൊ അവിടെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എന്തിനാണ് വെസ്റ്റീജിൽ ജോയിൻ ചെയ്തത്? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ആണോ വേണ്ടത്? 1,00,000 രൂപ ഇൻകം ആണോ വേണ്ടത്? പക്ഷെ തുടക്കത്തിൽ അത്രയും കിട്ടണമെന്നല്ലോ. എനിക്ക് ആദ്യം കിട്ടിയ വരുമാനം 117 രൂപയാണ്. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു മുതൽ മുടക്കും ഇല്ലാതെ പാർട്ട് ടൈം ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വരുമാനം വരാൻ തുടങ്ങി. പിന്നെ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എന്നെ ഇതിനകത്ത് ആകർഷിച്ച കാര്യങ്ങൾ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാൻ കാരണം, ആദ്യം നമ്മൾ എടുക്കേണ്ട തീരുമാനം, നമുക്കിപ്പോ 2025 കഴിഞ്ഞ് 2026 വരാൻ പോകുന്നു. നമുക്കറിയാം ഓരോ വർഷം വിലക്കയറ്റം വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ചെയ്യാം. ഇന്ന് പലരും എക്സ്ട്രാ ഇൻകം 10,000 രൂപയ്ക്ക് വേണ്ടി ഇൻകത്തിന് വേണ്ടി വന്ന ആൾക്കാർക്ക് 3 ലക്ഷം 4 ലക്ഷം വാങ്ങുന്നവർ നമ്മുടെ തന്നെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, വൈ യു ആർ ഇൻ വെസ്റ്റീജ്. നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ട ആള് നിങ്ങൾ തന്നെയാണ്. അത് എത്ര സ്ട്രോങ് ആണോ അത്രയും വലിയ ബിസിനസ് നിങ്ങൾ ബിൽഡ് ചെയ്യും. നിങ്ങൾക്ക് 1,00,000 രൂപ ഇൻകം ആണോ വേണ്ടത്, എക്സ്ട്രാ ഇൻകം? അതോ എന്നോട് അനുഭവം, ഒരു 5 വർഷം കൊണ്ട് 5 lakh ഇൻകം ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് ആദ്യം എടുക്കേണ്ട തീരുമാനം, വൈ യു ആർ ഡൂയിങ് വെസ്റ്റീജ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെസ്റ്റീജ് ചെയ്യുന്നത്? സാമ്പത്തിക സ്വാതന്ത്ര്യമാണോ? പുതിയ കാർ വാങ്ങാനാണോ? എല്ലാ വർഷം 3 ഫോറിൻ ട്രിപ്പ് പോകാനാണോ? അതോ നിങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയാണോ? മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണോ? അത് ഉറച്ചൊരു തീരുമാനം. നമ്മൾ അതിനെ പലപ്പോഴും ഡ്രീംസ് എന്ന് പറയും, സ്വപ്നങ്ങൾ. അത് ഇനിയും നിങ്ങൾക്ക് പല ആൾക്കാർക്ക് ഈ സ്വപ്നങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ കേരളത്തിലുള്ള ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ 68ാമത്തെ വയസ്സിൽ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം 68ാമത്തെ വയസ്സിലാണ് സ്വപ്നം കാണുന്നത്, തീരുമാനം എടുക്കുന്നത്, എനിക്കൊരു ഹോട്ടൽ സാമ്രാജ്യം ഉണ്ടാക്കണം. അങ്ങനെ തുടങ്ങിയാണ് ലീല പാലസ്. 10 വർഷം കൊണ്ട് മൾട്ടി ബില്യണറായി മാറി. ഡ്രീമിന്റെ പവർ. ഡ്രീം കാണാൻ ഏജ് ഇല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഡ്രീം എന്താണ്, നിങ്ങളുടെ സ്വപ്നം എന്താണ്? ഒരു പക്ഷെ നിങ്ങൾ വെസ്റ്റീജിൽ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, 2026 നിങ്ങൾക്ക് നേടേണ്ട ഒരു 2-3, ഒരുപാടെണ്ണം വേണ്ട, 2-3 സ്വപ്നങ്ങൾ. ചിലപ്പോൾ ഈ വർഷം നോക്കുക, ഈ 2025 നമ്മളിപ്പോ നിൽക്കുന്നത്. 6 ദിവസം കഴിഞ്ഞാൽ എത്തി, ഒരു വർഷം പോയി. ആലോചിച്ചു, കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങൾ എന്തൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു? 2024 എന്തൊക്കെ നേടി? നിങ്ങളുടെ ബാങ്കിൽ എത്ര പൈസ ഉണ്ട്? നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയാണ്? അത് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ. അതിനു വേണ്ടിയാണോ നിങ്ങൾ വെസ്റ്റീജ് ചെയ്യുന്നത്? നല്ല പ്രോഡക്റ്റാ, 19 വേരിയൻസ്, 400-ൽ പരം പ്രോഡക്റ്റ്, അവാർഡ് റിവാർഡും കിട്ടിയ കമ്പനി. എല്ലാ പ്രോഡക്റ്റും GMB സർട്ടിഫൈഡ്. ഇപ്പൊ പുതിയ പ്രോഡക്റ്റ് ഇറങ്ങുന്ന പോലെ നമ്മൾ അറിയുന്നില്ല. എല്ലാ മാസവും പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, പുതിയ ഓഫർ കമ്പനി തരുന്നു. കാരണം അവരുടെ ലക്ഷ്യം 2028-നും 2030-നും ഇടയ്ക്ക് 1 ബില്യൺ ടേൺ ഓവർ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 8,500 കോടി. 8,500 കോടിയുള്ള ടേൺ ഓവർ ഉള്ള കമ്പനിയായി മാറണം. അടുത്ത 1 ലക്ഷം 2030 കഴിയുമ്പോഴത്തേക്കും അവർക്ക് ലോകത്തിലെ ടോപ്പ് 10. ഇന്ന് വെസ്റ്റീജിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 50-ന് അടുപ്പിച്ചാണ്. 38 വരെ എത്തിയിട്ടുണ്ട്. ഓരോ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. 38ാം സ്ഥാനം, ലോകത്തിലെ 38ാമത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്, എത്തിയ കമ്പനിയാണ്. അവരുടെ ലക്ഷ്യം ടോപ്പ് 10, ലോകത്തെ ടോപ്പ് 10 മൾട്ടിനാഷണൽസ് ഒന്നാവുക. വേൾഡ് ഡയറക്ട് സെല്ലിംഗ് ഫെഡറേഷൻ കമ്പനികളെ സെലക്ട് ചെയ്തു പല രാജ്യങ്ങളിൽ നിന്ന്. അതിൽ 38ാം സ്ഥാനം എത്തിയ സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഗീർവാണങ്ങളാണ്. നിങ്ങൾക്ക് പലരും പറയില്ല, വേറൊരു കമ്പനി ഉണ്ട് അതിനേക്കാൾ നല്ല. വേറൊരു ഇന്ത്യൻ എന്ന് പറയാൻ ഈ ടോപ്പ് 100-ല് ഇന്ത്യ എന്ന് പറയാൻ ഒരു കമ്പനി ഉള്ളൂ, അത് വെസ്റ്റീജ് മാത്രമാണ്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കമ്പനി അത്രയും ശക്തിയുള്ള ഒരു കമ്പനിയാണ്, അത്രയും
ഫ്യൂച്ചറുള്ള ഒരു കമ്പനിയാണ്. 21 വർഷമായി. ആലോചിച്ച് നോക്കി, 22ാമത്തെ വർഷം. 2004 സ്റ്റാർട്ട് ചെയ്തു. 2026 ആകുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കിയേ, 2004 തുടങ്ങി 22 വർഷം. 22 വർഷം ഒരു കമ്പനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച്, ക്രെഡൻഷ്യൽസിനെ കുറിച്ച് ചിന്തിക്കണം. കമ്പനി ബേസിക്കലി എത്ര സ്ട്രോങ് ആണെന്ന് ചിന്തിക്കണം. 5 കോടി എന്നാണ്. 5 കോടി തുടങ്ങിയ കമ്പനിയാണ് 2000 കോടി എത്തിയിരിക്കുന്നത്. 78% ഗ്രോത്ത് റേറ്റ്, 400 പരം പ്രോഡക്റ്റ്, സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് പ്ലാൻ എല്ലാം ഉള്ള കമ്പനി. അപ്പൊ അതുകൊണ്ടാണ് വെസ്റ്റ് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ കമ്പനിയെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. അപ്പൊ നമ്മൾ ഇത്തവണ ലണ്ടൻ ട്രിപ്പിൽ പോയ സമയത്ത് ഗൗതം ബാലി സാർ പറഞ്ഞു, ഞാൻ ഈ കമ്പനി എന്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറും. നമ്മുടെ അടുത്തൊക്കെ പ്രസന്റേഷൻ ചെയ്ത് അദ്ദേഹത്തിന്റെ മകനായിരുന്നു യുവരാജ് ബാലി. മനോജ് പറയിലുണ്ടായിരുന്നു, ഭരതേട്ടനും ഞങ്ങൾ മൂന്നർക്കും പോലെ ഭാഗ്യം ഉണ്ടായി. അന്ന് അവിടുത്തെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെസ്റ്റേജിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് ദിവസം ഒരു 3-4 പേരടുത്ത് ഈ ബിസിനസിനെ കുറിച്ച് പറയും, കുറച്ച് മീറ്റിംഗും ഫംഗ്ഷനും അറ്റൻഡ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ പോലും 2030 8,500 കോടിയായി 1 ബില്യൺ ടൺ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ എനിക്ക് 5 ലക്ഷമോ 6 ലക്ഷം ആവും. നമുക്കറിയാവുന്ന കേരളത്തിൽ തന്നെ 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വീട്ടമ്മ മേടിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയില്ല. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെ വേണം, നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാം. നമ്മൾ അതിനെ പറയാം, നിങ്ങൾക്കൊരു ഡ്രീം ബുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റീസൺസ് എഴുതി വെക്കാം. അതിന് അന്ധമായി, തീവ്രമായി, തീക്ഷ്ണമായി വിശ്വസിക്കണം. കാരണം നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന കാര്യം നേടിയെടുക്കാൻ ഇന്ന് എത്രയോ പേർ ഇന്ന് 10 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം മേടിക്കുന്ന സലീം സാർ ഒരു ക്യാബ് ഡ്രൈവർ ആയിരുന്നു. പോലീസ് കോൺസ്റ്റബിൾ ആണ് പുരുഷോത്തം ദാസു, 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിക്കുന്ന ആൾ. അപ്പൊ ഇവിടെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമില്ല, നിങ്ങൾ ആരാണെന്താണെന്ന് പ്രശ്നമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എത്ര തീവ്രതയുണ്ടോ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്ര സ്ട്രോങ് ആണോ, അതിനനുസരിച്ചുള്ള ബിസിനസ്സാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾക്കൊരു ഡ്രീം കാർ വാങ്ങാൻ താല്പര്യമുണ്ടോ? ഇപ്പൊ മാർച്ചിൽ ആദ്യത്തെ നമ്മുടെ സിൽവർ ട്രിപ്പ് വരുന്നു. മാർച്ച് 12, 13, 14 4 days ആണ് തായ്ലൻഡ്. സിൽവറായ ആർക്ക് വേണം പോകാൻ, ട്രാവൽ ഫണ്ടിൽ പൈസ വേണം. നിങ്ങൾ ആലോചിച്ചോക്ക്, ഫസ്റ്റ് ട്രിപ്പ് മാർച്ചിൽ വരാൻ പോകും. ഒരുപാട് കാര്യങ്ങൾ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സ്ട്രോങ് ആവുമ്പോഴാണ് നമുക്ക് സ്ട്രോങ് ബിസിനസ് ഉണ്ട്. അത് നമ്മളെ സ്ട്രോങ് ആക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളാണ്. 2026 ഒരു സ്ട്രോങ് ഗോൾ സെറ്റ് ചെയ്യണം. അതിനുള്ള സുവർണ അവസരമാണ് നമ്മുടെ മുമ്പേ ഇപ്പൊ തുറന്നു കിട്ടിയിരിക്കുന്നത്. ജനുവരി 25 കേരളത്തിൽ 2025 ആദ്യത്തെ മാസം തന്നെ വെസ്റ്റേജ് അവാർഡ് ഫംഗ്ഷൻ ഫ്രീ ആണ്. എത്ര പേരെ വേണം നിങ്ങളെ പങ്കെടുപ്പിക്കാം. 10,000 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കടവന്ത്ര, കൊച്ചിയിലാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. വളരെ വലിയ അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിരിക്കുന്നത്. ഫ്രീ ആണ്, നിങ്ങൾക്ക് എത്ര പേരാണോ പങ്കെടുക്കാം. ഞാൻ കഴിഞ്ഞ മാസം പരിചയപ്പെട്ട ഒരാളിനെ പരിചയപ്പെട്ടു. അദ്ദേഹം കഴിഞ്ഞ മാസമാണ് ജോയിൻ ചെയ്തത്. പുള്ളിയെടുത്ത് പറഞ്ഞ അത് ഞാൻ തന്നെ കേട്ടു. പുള്ളി പറഞ്ഞു, എനിക്കൊരു 40-നും 50-നും ഇടയ്ക്ക് ആൾക്കാരെ പങ്കെടുപ്പിക്കണം. അദ്ദേഹം നോർത്ത് എന്നുള്ള ആളാണ്, നോർത്ത് കേരള എന്നുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 40 മുതൽ 50 പേരെ പങ്കെടുപ്പിക്കും സാറേ. അതിൽ എനിക്ക് വേണ്ടത് ഒരു 20-25 സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അങ്ങനെ ഞാൻ കോറാവും. കോറെന്ന് പറയാൻ നമ്മൾ 6 പേരെ സ്പോൺസർ ചെയ്യണം, അവരുടെ ബിസിനസ് ബിൽഡ് ചെയ്യണം, അതാണ് കോർ. അങ്ങനെ ഞാൻ 6 പേരെ കണ്ടെത്തും. ഈ 6 പേരിൽ നിന്നും ഞാനൊരു 10-15 പേരെ നമ്മുടെ FRU, ഫെബ്രുവരിയിൽ FRU ആണ്, ഫെബ്രുവരി മാസം നടക്കുന്ന വിന്നിംഗ് ടീമിന്റെ FRUയിൽ പങ്കെടുപ്പിക്കും. അപ്പൊ ജനുവരിയിൽ അവാർഡ് ഫംഗ്ഷൻ, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കുറെ പേരെ ഞാൻ FRUയിൽ പങ്കെടുപ്പിക്കും. FRUയിൽ വന്നാൽ അവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, വിന്നിംഗ് ടീമിന്റെ പക്ക സിസ്റ്റം പഠിപ്പിക്കുന്ന ഒരു, അല്ലെങ്കിൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാർ, എനിക്ക് 1 ലക്ഷം രൂപ ഇൻകം ഉള്ള ക്രൗൺ വിത്തിൻ 6 മാസത്തിനകം. ഈ വർഷം 2026 ക്ലോസ് ചെയ്യുമ്പം എനിക്കൊരു 2 to 3 lakhs ഇൻകം വേണം. എനിക്ക് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ആ ജോലിയെല്ലാം പോയി. എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇതിന് മുമ്പ് സമയമില്ല. കാരണം അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുക, പുതിയ ആളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തമായിട്ടുള്ളൊരു ഗോൾ ഉണ്ട് ആ മനുഷ്യന്, വ്യക്തമായിട്ടുള്ളൊരു ടാർഗറ്റ് ഉണ്ട്. 2026 4-5 മാസം കൊണ്ട് 1 lakh ഇൻകം ഉള്ള ക്രൗൺ ആവണം. 2026 അവസാനിക്കുമ്പോഴത്തേക്കും 2 to 3 lakhs ഇടയ്ക്ക് ഇൻകം ഉള്ള ഒരു
UCD ആവണം. എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അദ്ദേഹം കണ്ടുപിടിച്ച മാർഗം എന്താ? വെസ്റ്റേജ് അവാർഡ് ഫംഗ്ഷന് കുറെ ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നു, അതിൽ നിന്ന് കുറച്ച് പേരെ നമ്മുടെ FRUയിൽ കൊണ്ടുവരുന്നു, അവരിൽ നിന്നും കുറച്ച് പേരെ പ്രോസസ് ചെയ്യുന്നു, അവരോടൊപ്പം വർക്ക് ചെയ്യുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നു. കാരണം ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ മറ്റുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യൂ. ഈ ബിസിനസ്സിൽ നമുക്ക് 90 ഡേയ്സ്, നമ്മൾ പറഞ്ഞ മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞു. നമുക്ക് ഈ മാസം ഇപ്പൊ ഡിസംബറായി, ജനുവരി, ഫെബ്രുവരി, 3 മാസം കൊണ്ട് നമുക്കൊരു 50,000 ഇൻകത്തിലേക്ക് പോകാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു സ്റ്റാർ ഡയറക്ടർ ആവാം, സീരിയസ് ആണെങ്കിൽ. അപ്പൊ ആ ഗോൾ സെറ്റ് ചെയ്യണം. അടുത്ത വർഷത്തെ 2026 ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പോ. 2 ഫംഗ്ഷൻ കേരളത്തിൽ ആൾറെഡി അനൗൺസ് ആയി കഴിഞ്ഞു. അപ്പൊ അതിന് നിങ്ങൾ ഒരു സീരിയസ് പ്ലെയർ ആണ്. അതായത് നിങ്ങളൊരു സീരിയസ് പ്ലെയർ ആണ്. നോക്കൂ ഫ്രണ്ട്സ്, പല ആൾക്കാരും സീരിയസ് അല്ല. ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. നോ, ഇതൊരു ലോകം അറിയപ്പെടുന്ന ബിസിനസ്സാണ്. നോക്കൊന്ന്, ഡയറക്ട് സെല്ലിംഗില് 8.5 ലക്ഷം കോടിയാണ് ടേൺ ഓവർ വേൾഡിൽ. 8.5 ലക്ഷം കോടി ടേൺ ഓവറുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ലോകത്ത് അറിയപ്പെടുന്നത് തന്നെ ഫ്രീ എന്റർപ്രൈസ് എന്നറിയപ്പെടുന്ന ഡയറക്ട് സെല്ലിംഗ്, ഫ്രീ എന്റർപ്രൈസ്. ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറെ പ്രോഡക്റ്റ് വാങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം, നിങ്ങളൊരു സീരിയസ് പ്ലെയർ ആവണം. സീരിയസ് പ്ലെയർ ആവുന്ന സമയത്താണ് നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ മുൻഗണന ഈ ബിസിനസ്സിന് കൊടുക്കും. നിങ്ങൾ എത്രമാത്രം മുൻഗണനയാണ് ഈ ബിസിനസ് കൊടുക്കുന്നത്? ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ചെയ്യേണ്ടി വരും. നോക്കൂ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു ഗോൾ ഉണ്ടെങ്കിൽ, ഗോൾ എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈൻ എന്നാ പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് എന്തായിത്തീരണം, 2026 എന്തൊക്കെയാണ് നിങ്ങളുടെ ഗോൾ, അത് നിങ്ങൾ തന്നെ സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതിനുവേണ്ടി നിങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരും, ഡിസിഷൻ എടുക്കേണ്ടി വരും. എപ്പോഴാണ് നിങ്ങൾക്കൊരു ബ്രോൺസ് ആവേണ്ടത്, എപ്പോഴാണ് നിങ്ങൾക്ക് കാർ അച്ചീവർ ആവേണ്ടത്, എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സ്റ്റാർ ഡയറക്ടറായിട്ട് ഒരു കാർ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ കണ്ടിന്യൂസ് ഇൻകം എപ്പോഴാണ് നിങ്ങൾ നേടാൻ പോകുന്നത്, എപ്പോഴാണ് ക്രൗണായി 1 ലാഖ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. ആ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറയുന്നത്. എന്താണ് സിസ്റ്റം? നമുക്ക് റെയിൽവേ, നിങ്ങൾ കണ്ടു, റെയിൽവേക്ക് ഒരു സിസ്റ്റം ഉണ്ട്. എത്രമാത്രം ട്രെയിനുകൾ എവിടെ നിന്നൊക്കെയാണ് പോകുന്നത്? നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഫോണിൽ കൂടെ ഇന്ത്യയിൽ എവിടെയൊക്കെ പോകുന്ന ട്രെയിൻ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. റെയിൽവേ മനോഹരമായ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 3 മുതൽ 4 കോടി ആൾക്കാർ ഇതിൽ ട്രാവൽ ചെയ്യുന്നു, പല സ്ഥലത്തായിട്ട് ട്രാവൽ ചെയ്യുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ റെയിൽവേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്ന കേരള എക്സ്പ്രസ്, ഇവിടുന്ന് ലോക്കോ പൈലറ്റ്, ഇവിടുന്ന് ട്രെയിൻ ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ലോക്കോ പൈലറ്റ് എന്ന് പറയും. അദ്ദേഹം ചിലപ്പോൾ എറണാകുളമോ പാലക്കാട് വരെ പോകത്തുള്ളൂ. അവിടുന്ന് ആ ട്രെയിൻ അടുത്ത ലോക്കോ പൈലറ്റാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഡൽഹിയിൽ എത്തുന്നത്. ഡൽഹി എത്തുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5-6 ഡ്രൈവേഴ്സെങ്കിലും മാറിയിട്ടുണ്ട്, 5 ലോക്കോ പൈലറ്റെങ്കിലും മാറിയിട്ടുണ്ടാവും. കാരണം ആ ട്രെയിനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അപ്പൊ റെയിൽവേയുടെ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്നിംഗ് ടീം പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നു. ആ സിസ്റ്റത്തിൽ പറയുന്ന കാര്യം, നിങ്ങൾ മാറാൻ തയ്യാറാണ്. നിങ്ങൾ മോർണിംഗ് CEP കയറുന്ന വ്യക്തിയാണ്, എല്ലാ ആഴ്ചയിലും CEO-യിൽ പങ്കെടുക്കുന്ന ആളാണ്. നമ്മൾ ഈ ബിസിനസ് എടുത്താൽ ലേൺ, ഡു, ടീച്ച് എന്നാ പറയുന്നത്. ലേൺ, പഠിക്കണം, പിന്നെ ചെയ്യണം, പിന്നെ പഠിപ്പിക്കണം. ആർക്കും അത് അഡോപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ അവിടെ വിന്നിംഗ് ടീം പറഞ്ഞ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞാണ് കോർ. നിങ്ങൾ 6 സീരിയസ് പ്ലേയേഴ്സിനെ കണ്ടെത്തണം. അതിന് 4 ബേസിക്സിൽ വർക്ക് ചെയ്യാൻ പറയും. നമ്മുടെ ലിസ്റ്റ് ഉണ്ടാക്കണം, നമുക്കറിയുന്ന, നമ്മുടെ കൂടെ പഠിച്ച്, ഇനി പരിചയപ്പെടാവുന്ന ആൾക്കാർ വേണമെങ്കിലും പരിചയപ്പെടാം. അങ്ങനെ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി, ആ ലിസ്റ്റിൽ നമ്മൾ തന്നെ 4 ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ തന്നെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം. എന്തിന്? ഈ ഓപ്പർച്യൂണിറ്റി കാണിക്കാൻ. ഇപ്പൊ നിങ്ങളുടെ അപ്ലൈൻ ഷാജിന്ന് ഓൺലൈൻ ഇഷ്ടംപോലെ മീറ്റിംഗ് ഉണ്ട്. ഫ്രൈഡേ നമ്മുടെ ഗ്ലോബൽ CEO ഉണ്ട്, മൺഡേ നമുക്ക് ട്രെയിനിങ് ഉണ്ട്, വെനസ്ഡേ ഹിന്ദിയിൽ പ്രോഗ്രാം ഉണ്ട്, ഓൺലൈൻ ഇഷ്ടംപോലെ മീറ്റിംഗും പ്രോഗ്രാംസ് ഉണ്ട്. അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി വർക്ക് ചെയ്യേണ്ടി വരും. ഫിസിക്കൽ വിന്നിംഗ് ടീമിന്റെ CEO-കൾ നടക്കുന്നുണ്ട്, അത് ഫിസിക്കൽ മീറ്റിംഗ് ആണ്. എന്തിനാ മീറ്റിംഗിൽ പോകണം? വെസ്റ്റേജിന്റെ CNG ഉണ്ട്, VIP ഉണ്ട്. നമുക്ക് അറിവ് ഉണ്ടാക്കിയെടുക്കണം. കാരണം നോളജ് എന്ന് പറഞ്ഞാൽ പവർ. ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നോളജ് ഉണ്ടാവും. വെസ്റ്റേജിൽ ഞാൻ വിജയിക്കണമെങ്കിൽ വെസ്റ്റേജിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവും. ഏതൊക്കെ പ്രോഡക്റ്റ് ആർക്കൊക്കെ കൊടുക്കണം,
450 പ്രോഡക്റ്റ് ഉണ്ട്, 19 വേരിയൻസ് ഉണ്ട്. ഇനി നമ്മൾ പേഷ്യൻസിനല്ല ഫോക്കസ് ചെയ്യണ്ടേ, വെൽനെസിന്റെ വക്താക്കളാണ്, ആന്റി ഏജിങ്ങിന്റെ വക്താക്കളാണ്, അഗ്രിയുടെ വക്താക്കളാണ്. നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് വ്യക്തികൾക്കും സമൂഹത്തിനും നന്മയുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ മാത്രമേ നമ്മൾ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഹാർഡ് കോർ സെല്ലിംഗ് അല്ല. ചെയ്യാം നിങ്ങൾ കൂടുതൽ പൈസ ഇട്ട്, പക്ഷെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ റെക്കമെൻഡഡ് സെല്ലിംഗ്. നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. കാരണം നമ്മൾ യൂസ് ചെയ്യാത്തൊരു പ്രോഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഇന്ന് കമ്പനി പറയുന്ന കൺസിസ്റ്റൻസി, 100 PV കൺസിസ്റ്റൻസി, അതൊക്കെ നമുക്ക് കമ്പനി ഒരുപാട് ലാഭം ഉണ്ടാക്കി തരുന്ന 47 to 52% ലാഭകരമാണ് അതൊക്കെ. അപ്പൊ നമ്മൾ വിന്നിംഗ് ടീം പറഞ്ഞ കോർ ഗോഗറ്റർ 6 പേര് റെസ്പോൺസ്, അവരിലൂടെ നമ്മൾ ടീമിനെ പറയും. അതിനെന്ത് ചെയ്യണം? നമ്മൾ എല്ലാ മീറ്റിംഗും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. നമ്മളൊരു അർപ്പണ മനോഭാവത്തോടെ ഒരു സ്ട്രോങ് ഡിസിഷനോടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. കാരണം ആലോചിച്ച് നോക്കുക, നമുക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്കൊരു ജോബില് ഒരിക്കലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ഇൻകം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. 3 മാസം കൊണ്ട് 50,000 രൂപ, 6 മാസം കൊണ്ട് 1 ലക്ഷം രൂപ, 1 വർഷം കൊണ്ട് 2 ലക്ഷം രൂപ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവർ തരുന്ന സാലറി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് ടേൺ ഓവർ കൂട്ടാം. അതിനാണ് വിന്നിംഗ് ടീമിന്റെ സിസ്റ്റത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പ്രസന്ററായി മാറി. എന്താണ് പ്രസന്റർ? നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. നിങ്ങൾ ഒരു 6-7 തവണ നിങ്ങൾ CEO അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിൽ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. മലയാളത്തിൽ തന്നെ സമൃദ്ധിയിലേക്കുള്ള പാത എന്ന് പറഞ്ഞ് ഒരു പീസ് 10 രൂപയുള്ളൂ. സമൃദ്ധിയിലേക്കുള്ള പാത, അത് വെച്ച് മറിച്ച് കാണിച്ചു കൊടുക്കാം. 9 തരത്തിലെ വരുമാനം, കമ്പനിയെ കുറിച്ചുള്ള പ്രൊഫൈല്, എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്, എല്ലാം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു 20 അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കുറേയൊക്കെ കവർ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവർക്ക് സംശയങ്ങളുണ്ടാവും. വീണ്ടും അത് പറഞ്ഞു കൊടുക്കണം. പ്രോഡക്റ്റിന്റെ ഡെമോ കാണിക്കണം, പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ബിസിനസിന്റെ നമുക്ക് 9 വരുമാനങ്ങളുണ്ട്. ക്രൗൺ വരെ നമുക്ക് 8 വരുമാനങ്ങൾ കിട്ടും. നമ്മൾ 6 പേരെ സ്പോൺസർ ചെയ്ത് അവരെല്ലാം ബ്രോണസ് ആകുമ്പോൾ നമ്മുടെ ക്രൗൺ എന്ന് പറയും. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പഠിക്കും. നമ്മളൊരു പ്രസന്റർ ആവണം. അതാണ് ആദ്യം ഇമ്പോർട്ടൻറ്റ് തിങ്. പ്രസന്റർ. ബിസിനസിന്റെ പ്ലാനും അതിലെ വരുമാനവും അതുപോലെ പ്രോഡക്റ്റിനെ കുറിച്ചും, പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഡെമോ കിറ്റ് വേണം. നിങ്ങൾ ഫിസിക്കലി പറയും ഡെമോ കിറ്റ്. പ്രോഡക്റ്റ് അവർ ആൾക്കാർ വിശ്വസിക്കത്തില്ല. ഡെമോ കാണിച്ചു കൊടുക്കും. അപ്പൊ ഇത്രയും ചേർന്ന് നിങ്ങളൊരു പ്രസന്ററായി. ആ പ്രസന്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയി. നമുക്ക് ദിവസം 3-4 അടുത്ത് പറയാം. ഓൺലൈൻ മീറ്റിംഗ് ആൾക്കാരെ പങ്കെടുപ്പിക്കാം. അവരെ ഫോളോ അപ്പ് ചെയ്യാം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു 10 ദിവസം മുമ്പ് ഞാനൊരു വ്യക്തി എന്നെ കാണാൻ വേണ്ടി വന്നു. എൻ്റെ തന്നെ ടീമിലുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളി വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. നെഗറ്റീവ് പുള്ളി പറഞ്ഞത് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും സാറേ, ഇത് പുള്ളി ഇങ്ങനെ അവിടെ ഉണ്ട്. ഞാൻ പുള്ളിയോട് ചോദിച്ചു ഒറ്റ ക്വസ്റ്റ്യൻ, നിങ്ങൾ കേട്ടോളൂ. ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാറേ ശരി, നിങ്ങൾ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് എന്ന് പറയുന്നത് താങ്കളുടെ വീട്ടിൽ ഒരു ദിവസം എന്തൊക്കെ പ്രവർത്തിക്കും? ഞാൻ വളരെ ഫ്രണ്ട്ലി ചോദിച്ചു. അത് ബാക്കിയൊക്കെ വിടും. താങ്കളുടെ വീട്ടിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്നു? വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ എന്തൊക്കെ പറഞ്ഞാൽ സാറൊന്ന് പറയുമോ? അല്ല, ഞാനൊരു പേപ്പർ എടുത്തു. സാർ പറയും, ഞാൻ എഴുതാമെന്ന്. ഞാൻ എഴുതാം, സാർ പറയും. അപ്പൊ ഞാനിങ്ങനെ പേപ്പർ എടുത്തു. അപ്പൊ പുള്ളി ആദ്യം പറഞ്ഞു, കോഫി, ടീ, ബ്രഷ്, പേസ്റ്റ്, ടാൽക്കം പൗഡർ, സോപ്പ്, പിന്നെ നമ്മുടെ തുണി കഴുകുന്ന ഉൽപ്പന്നങ്ങൾ. ഞാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് പറയാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഷേവിങ് ജെല്ലുണ്ട്, പിന്നെ എനിക്ക് ഹെയർ ഓയിൽ വേണം, എല്ലാം പറഞ്ഞു. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ 13 മുതൽ 14 പ്രോഡക്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ സാർ ഒരു മാസത്തേക്ക്, കേട്ടോളൂ നിങ്ങൾ, ഒരു മാസത്തേക്ക് ഈ 13 മുതൽ 14 ഉൽപ്പന്നങ്ങൾ സാറിന്റെ വീട്ടിൽ ഉപയോഗിക്കാം. സാറിന് ഉദ്ദേശിച്ച് എത്ര രൂപ വേണ്ടി വരും? ഞാനതിന് കണക്കൊന്നും നോക്കിയിട്ടില്ല. എന്നാലും സാർ എത്ര രൂപ വേണ്ടി വരും? പുള്ളി ഏതാണ്ട് 1800-2000 രൂപ വേണ്ടി വരും. പുള്ളി പറഞ്ഞ കണക്കാണ്. ഞങ്ങൾ 5 പേരുണ്ട്. നമ്മൾ സാറേ ഈ 2000 രൂപയ്ക്ക് സാർ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, ഇത് സാറിന്റെ ചെലവല്ലേ, എക്സ്പെൻസ് അല്ലേ? അതെ. ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും സാറിന് ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അതെന്ത് വർത്താനം സാറേ പറയുന്നത്? അത് ഞാൻ ചെലവാക്കി കഴിഞ്ഞില്ലേ? സാറേ ഈ സാർ ഉപയോഗിക്കുന്ന 13-14 പ്രോഡക്റ്റ് സാർ വെസ്റ്റീജിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിച്ചാൽ
ഈ 2000 രൂപയുടെ അല്ലെങ്കിൽ 1800 രൂപയുടെ ബിസിനസ് സാറിന്റെ സ്വന്തമായി. പുള്ളി എന്നെ ഇങ്ങനെ കുറച്ചു നേരം ഞാൻ സൂക്ഷിച്ചു. അതുവരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. നമ്മൾ ഇക്കൂട്ടത്തിൽ സാർ പറയാത്ത കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് അഗ്നിയിലെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള വൈറ്റമിൻ സി ഉണ്ട്, ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. സാർ ഇതിൽ ഞാൻ പറഞ്ഞു 3300 3500 ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ 100 പോയിന്റ് ആയി. 100 പോയിന്റ്. ഒരു പോയിന്റ്, അതെന്താ പോയിന്റ്? ഞാൻ പറഞ്ഞു അതിന് പോയിന്റ് വാല്യൂ എന്ന് പറയും. അപ്പൊ സാറിന്റെ ഈ പർച്ചേസ്, സാർ ചെയ്യുന്ന ഈ ചിലവിനെ ഒരു ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാം. അതിൽ കുറച്ചും കൂടെ നമ്മളൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാമെങ്കിൽ ഇത്രയും ചെയ്യുന്ന സമയത്ത് സാർ നോക്കൂ, സാർ 1800 2000 ഉൽപ്പന്നം വാങ്ങി സാറിന് എന്ത് നേട്ടം കിട്ടി? ഒന്നും നേട്ടവും കിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ എന്തൊക്കെ കിട്ടുന്നു? ഇത് സാർ എല്ലാ മാസവും ചെയ്യെങ്കിൽ 10% പ്രോഡക്റ്റ് ഫ്രീ കിട്ടും. സാറിന് 20 to 30% ഡിസ്കൗണ്ടിലാണ് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. അത്രയും വില കുറച്ച് കൊടുത്താൽ മതിയാവും. തുടക്കത്തിൽ ഒന്നുമായില്ലെങ്കിൽ പോലും സാറിന് 5% ഇൻസെന്റീവ് സാറിന്റെ ബാങ്കിലേക്ക് അക്കൗണ്ടിൽ വരും. അതുവരെ നെഗറ്റീവ് പറഞ്ഞ ആള് എന്നെ പുള്ളി വളരെ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും. അതല്ല സാറിന്റെ സ്പിരിറ്റ് സാറിനെ പറഞ്ഞേ. അപ്പൊ സാറിനെ പോസിറ്റീവായിട്ട് കാണും, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആ മനുഷ്യൻ ജോയിൻ ചെയ്തു. ഇപ്പൊ ഒരു 3 പേരെ സ്പോൺസർ ചെയ്തു. ഫ്രണ്ട്സ്, ഞാൻ എന്തിനെന്ന് പറയുന്ന വെച്ചാൽ വെസ്റ്റിജിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ, നമ്മുടെ തല തുറക്കുന്ന പ്രോഡക്റ്റ്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന പ്രോഡക്റ്റ്, തുണി കഴുകുന്ന പ്രോഡക്റ്റ് എല്ലാം pH ബാലൻസ്ഡ് ആണ്. വെള്ളത്തിന്റെ pH ആണ് ഈ പ്രോഡക്റ്റിൽ. വളരെ കുറച്ച് കെമിക്കൽ അതിനകത്തുള്ളൂ. അതിനുള്ള എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അവാർഡ് വാങ്ങുന്ന കമ്പനിയാണ്. അപ്പൊ അവിടെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. കോഎൻസൈം Q10 എന്തൊരു പ്രോഡക്റ്റ്, ഫ്ലാക്സ് ഓയിൽ എന്തൊരു പ്രോഡക്റ്റ്, എല്ലാർജിൻ എന്തൊരു പ്രോഡക്റ്റ്, കുർക്കുമിൻ എന്തൊരു പ്രോഡക്റ്റ്. 60 കിലോ മഞ്ഞളിനെ സംസ്കരിക്കുമ്പോഴാണ് 1 കിലോ കുർക്കുമിൻ കിട്ടുന്നത്. അപ്പൊ ആലോചിച്ചോ, ഓരോ പ്രോഡക്റ്റും ഓരോ പ്രോഡക്റ്റിനെ പിറകിൽ റിസർച്ച് വർക്കുള്ളതാണ് വെസ്റ്റീജിന്. അപ്പൊ അത്രയും ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് നമ്മൾ വീട്ടിൽ നമ്മൾ ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആൾക്കാർ, നമുക്ക് റിസൾട്ട് നമ്മൾ ആൾക്കാർ പറയും. നമ്മളൊരു സിനിമ കണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ലേ? നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ലേ? അവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ കിട്ടുന്നു ജീവിതകാലം മുഴുവനും. റോയൽറ്റി, ഫോറിൻ ട്രിപ്പ്, റെസിഡുവൽ ഇൻകം. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ പല ആൾക്കാരും അവര് നെഗറ്റീവായിട്ട് സംസാരിക്കും, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അവിടെ നമ്മൾ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ബിസിനസ് കൺസെപ്റ്റ് ആണ്. ഇന്ന് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമായിട്ടാണ് ചൈന അമേരിക്കയൊക്കെ ഈ ഡയറക്ട് സെല്ലിംഗ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം. ജപ്പാൻ 1,00,000 കോടിയാണ് ജപ്പാനിലെ ടേൺ ഓവർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കൊച്ചു രാജ്യം. ഇന്ത്യയോ 143 കോടി. 143 കോടി. പോൾസീൻ പിൽസർ പറഞ്ഞതാണ്, ലോകത്ത് അമേരിക്കയും ചൈനയും ബീറ്റ് ചെയ്യാൻ ഒരു രാജ്യത്തിനെ കഴിയും, അത് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ കമ്പനികളും ചേർന്ന് 26,000 കോടിയായിട്ടാണ് അവർ. അത് 2,000 കോടി വെസ്റ്റ് ചെയ്യേണ്ടതാ. അപ്പൊ നമ്മൾ ആലോചിച്ചു എന്തുമാത്രം സാധ്യത നമ്മുടെ രാജ്യത്തിനുണ്ട്. ഇനി ഇത് ഒരു രാജ്യത്താണോ? ഇന്നിപ്പോ 8 രാജ്യങ്ങൾ ചെയ്യാം. വീണ്ടും രാജ്യങ്ങൾ വരാൻ പോകുന്നു. എങ്ങനെ വെസ്റ്റ് ടോപ്പ് 10 ആവും? അവർ ടോപ്പ് 10 ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 രാജ്യങ്ങളിലേക്ക് ബിസിനസ് എൻട്രി ചെയ്യും 2030 ആകുമ്പോഴത്തേക്ക്. അത്രയും വലിയ വിഷനിലാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്പനിയെ കുറിച്ച് ചിന്തിക്കേണ്ട ഇഷ്ടം പോലെ പ്രോഡക്റ്റ്. നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് തീരണം. നിങ്ങൾക്ക് 1,00,000 രൂപ വരുമാനം വേണം. അപ്പോഴും നിങ്ങൾ വാങ്ങാൻ പോകുന്നത് 100 150 PV ആയിരിക്കും. ശരിക്കും ആലോചിച്ചോക്കെ, 100 200 PVയുടെ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഹെൽത്ത് പ്രോഡക്റ്റും ബ്യൂട്ടി പ്രോഡക്റ്റും ഞാൻ ഈ പറഞ്ഞ ഇത്രയും എല്ലാ പ്രോഡക്റ്റും നമുക്ക് വേണമെന്നൊന്നുമില്ല. കമ്പനി നിങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട് ഇത്രയും പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടാൻ നമ്മൾക്ക് കിട്ടിയ നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ ചിലവിനെ ഒരു ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെന്റ് ആകുന്നതാണ് കമ്പനി പറയുന്നത് ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. യൂസ് ആൻഡ് റെക്കമെൻഡ്. അപ്പൊ അവിടെ നമ്മളിതിനെ സിസ്റ്റം, വിന്നിംഗ് ടീം പറയുന്ന ഒരു സിസ്റ്റം. നമ്മളൊരു പ്രസന്റർ ആവണം. ഈ പ്രോഡക്റ്റിന്റെ ഡെമോ കാണിച്ചു കൊടുക്കണം. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. നോക്ക് ഇത്രയും ഉൽപ്പന്നങ്ങളുണ്ട്. അത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസന്റർ. ആ പ്രസന്റർ ആയി കഴിഞ്ഞാൽ എന്താ? നമുക്ക് എന്നെ പറഞ്ഞു കൊടുക്കാം.
തുടക്കത്തിൽ ഞാനും വിചാരിച്ചു എങ്ങനെ ഞാൻ സംസാരിക്കും ദൈവമേ, എല്ലാം അറിയണമെന്നില്ല. എല്ലാ ബുധനാഴ്ച മീറ്റിംഗ് ഉണ്ട് ഹിന്ദിയിൽ, എല്ലാ ഫ്രൈഡേ മീറ്റിംഗിൽ മലയാളത്തിൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ അപ്പലിയോട് പറയാം നിങ്ങൾക്ക് വേണ്ടി മാത്രം മീറ്റിംഗ് ചെയ്തു തരും. ഞാൻ കഴിഞ്ഞ 10 പേർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ചെയ്തു, 10 പേർക്ക് വേണ്ടി. അവരെ നേപ്പാളീസ് ആയിരുന്നു, നേപ്പാളീസ്. ഹിന്ദി കഷ്ടിച്ച് മനസ്സിലാവും. അവർക്ക് വേണ്ടി ഞാൻ സൂമിൽ 10 പേർക്ക് വേണ്ടി മീറ്റിംഗ് പ്രസന്റ് ചെയ്തു. 4 പേര് ജോയിൻ ചെയ്തു. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ടീമിന് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ അപ്ലയൻസ് ഉണ്ടല്ലോ, നമ്മുടെ ലീഡേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മൾ ആ സിസ്റ്റം, വിന്നിൻ ടീം പറയുന്ന സിസ്റ്റം, കോർ 6 പേരെ കണ്ടെത്തണം, അവരെ സ്പോൺസർ ചെയ്യണം. നമ്മൾ അതിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആവണം. മെന്റലി, ഫിസിക്കലി. ഫസ്റ്റ് മൈൻഡ്, സെക്കൻഡ് ആക്ച്വൽ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ മൈൻഡ് കൊണ്ട് നമുക്ക് സബ് കോൺഷ്യസ് ഭയങ്കര സ്ട്രോങ് ആയി നമ്മൾ ചിന്തിക്കണം. ഈ ബിസിനസ്സിലൂടെ എനിക്ക് 1 ലക്ഷം രൂപ വരും, ഈ ബിസിനസ് എനിക്ക് 2 ഫോറിൻ ട്രിപ്പ് ഒരു വർഷം പോകും, ഈ ബിസിനസ്സിലേക്ക് അടുത്ത തലമുറയ്ക്ക് വരുമാനം ഉണ്ടാകും, ലെഗസി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രസന്റ് ആവണം. രണ്ടാമത് നമ്മൾ മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ആവണം. മെന്റലി പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്കുകൾ വായിക്കണം, നോളജ് ഉണ്ടാക്കിയെടുക്കണം, മോർണിംഗ് CEP-ൽ കയറണം. എല്ലാം ഒരു മീറ്റിംഗും വിടരുത്. എന്നിട്ട് വേണ്ടത് നമ്മളൊരു ചെറിയൊരു മീറ്റിംഗ് നടത്തി. നമ്മൾ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു 10 ദിവസം മുമ്പ് തട്ടേക്കാടുന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ലേണിംഗ്. അതിലുണ്ടായിരുന്ന പ്രേമ എന്ന് പറഞ്ഞ ലേഡി ഇന്ന് ടീം ബിൽഡിംഗ് ബോണസിന്റെ ബ്രോൺസ് ക്വാളിഫൈ ചെയ്തു. ഒരു മെഡിക്കൽ കോളേജിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ സന്തോഷം കാണേണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്തു. അത് ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടി വർക്ക് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന പകൽ സമയം കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്തിട്ട് ബാക്കി പകൽ സമയം കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് ഈ ബിസിനസ് ചെയ്ത് അവർ ഈ മാസം തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ആ പ്രോഗ്രാമിന് ശേഷം ഒരു 8 പേരെ സ്പോൺസർ ചെയ്തു. എന്നിട്ട് ഒരു ബ്രോൺസ് ടീം ബിൽഡിംഗ് ബോണസോടെ ബ്രോൺസ് ക്വാളിഫൈ ചെയ്തു. ഒന്ന് ആലോചിക്കുക. ആ ലേഡി പറയാണ്, ആ മീറ്റിങ്ങിന് വന്നത് കൊണ്ടാണ്, തട്ടേക്കാടൻ സ്ഥലത്ത് മീറ്റിങ്ങിന് വന്നതുകൊണ്ടാണ് എനിക്കിത് വിജയിക്കാൻ പറ്റുക. അപ്പം നമുക്ക് മീറ്റിങ്ങും ട്രെയിനിങ്ങും ഫംഗ്ഷൻ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ അപ്ലയൻസ് അറേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ ഓൺലൈൻ എല്ലാം എന്തിനാണ് മീറ്റിംഗ്? നോളജ്. ആ നോളജ് ഇസ് പവർ. നോളജ് ഇസ് പവർ. നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ആൾക്കാർ കേൾക്കും. നമുക്ക് എന്തൊക്കെ വേണം ഈ ബിസിനസ് ചെയ്യാൻ? പ്രോഡക്റ്റ് നോളജ്, സിസ്റ്റം നോളജ്. പ്രോഡക്റ്റ് നോളജ് വേണം, സിസ്റ്റം നോളജ് വേണം. വെൽനസ് പ്രോഡക്റ്റ് ആർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഡിസീസിന്റെ വക്താക്കളല്ല ആവേണ്ടത്, നമ്മൾ വെൽനസിന്റെ വക്താക്കളാണ്. രോഗം വരാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന തരത്തിൽ എങ്ങനെയൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാം, വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മുടെ ഓരോ പ്രോഡക്റ്റിനെയും കണക്ട്, ആ നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആൾക്കാർക്ക് സംസാരിക്കാം, ബിസിനസിനെ കുറിച്ച് പറയാം. അതാണ് പ്രസന്റർ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ മെന്റലി ഫിസിക്കലി ഞാൻ പ്രിപ്പയർ ആയി. അതിനെന്തെങ്കിലും നാം ബുക്ക് വായിക്കണം, വിഷ്വലൈസേഷൻ, നിങ്ങളുടെ ഡ്രീംസിനെ വിഷ്വലൈസ് ചെയ്യണം. അപ്ലൈനടുത്ത് വേണ്ടതാണ് അപ്ലൈൻ കണക്ടിവിറ്റി. നോക്കൂ, ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ തനിച്ച് വിജയിക്കാൻ പറ്റില്ല. നമ്മുടെ അപ്ലൈൻസ് നമ്മളെ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ അപ്ലിഫ്റ്റ് ചെയ്യുന്നയാൾ. നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നയാൾ, നിങ്ങളുടെ അപ്ലൈന് മാറ്റിയിരുന്ന പ്ലാനിങ് നടത്തണം. ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾ ഇന്ന് പല ആൾക്കാർക്ക് കേരളത്തിലുള്ളവരാണെങ്കിൽ കുറച്ച് പേര് പുറത്തുള്ളവരാണ്. നിങ്ങൾ FR നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ, വെസ്റ്റീജ് അവാർഡ് ഫംഗ്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ എത്ര പേരെയാണ് പങ്കെടുപ്പിക്കാൻ പോകുന്നത്? നിങ്ങളുടെ എത്ര ലെഗിൽ നിന്നാണ് ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പോകുന്നത്? എത്ര ലെഗിൽ നിന്ന് എത്ര പേര് നിങ്ങളെ പങ്കെടുപ്പിക്കും? അവാർഡ് ഫംഗ്ഷൻ 6000 7000 പേര് വരും, ചിലപ്പോൾ 10000 പേര് വന്നു വരാം. അവിടെ വെച്ച ഒരു DUCD മുതൽ ബ്രോൺസ് വരെ ആൾക്കാരെ കാണും, കമ്പനിയുടെ ഡയറക്ടറെ കാണും. ഇത്രയും വലിയൊരു ഫംഗ്ഷൻ അറ്റൻഡ് കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോഴും മാത്രമാണ് അവർക്ക് വിശ്വാസം ഉണ്ടാവുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യണം. എത്ര പേര്? ഫംഗ്ഷൻ ഫ്രീ ആണ്, ടിക്കറ്റ് ഒന്നുമില്ല. നിങ്ങൾ അവിടെ എത്തണമെന്ന് മാത്രം. രാവിലെ 9:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ വൈകുന്നേരം 3-3:30 വരെ ഉണ്ടാവും. ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ പിന്നിനെയും റെക്കഗ്നൈസ് ചെയ്യും. പുതിയ ബ്രോൺസ്, സിൽവർ, ഫോറിൻ ട്രിപ്പ് അച്ചീവർ, കർ അച്ചീവർ, ഡയമണ്ട്, ക്രൗണ്, UCD, DCD, DUCD, ഇത്രയും പേര് അവർ റെക്കഗ്നൈസ് ചെയ്യും ജനുവരി 25-ാം തീയതി. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തീരുമാനമെടുക്കുക. നിങ്ങൾ എത്ര പേര്, നിങ്ങളൊരു സീരിയസ് പ്ലെയർ ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ ലെഗിൽ നിന്നും ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇത്തവണ നിങ്ങൾ പോകുന്ന ഒരു പക്ഷേ സിൽവർ ആയിട്ടാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ആവാൻ പോകുന്നത് ഒരു ക്രൗൺ ആയിരിക്കും. അടുത്ത അവാർഡ് ഫംഗ്ഷൻ ഞാൻ ഒരാളെ 3-4 ദിവസം മുമ്പ് പരിചയപ്പെട്ടു. സാറേ, കഴിഞ്ഞ അവാർഡ് ഫംഗ്ഷന് ഞാൻ പോയപ്പോൾ ഞാൻ ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട് വെറുതെ കാണാൻ വേണ്ടി പോയതാണ് സാർ. ഇപ്പോ ഞാൻ ഗോൾഡ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ സ്റ്റേജിൽ കയറി ഗോൾഡ് പിൻ മേടിക്കും. ആലോചിച്ച് നോക്കിയേ,
ഒരു വ്യക്തിയിലുണ്ടായ മാറ്റം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മെന്റലി ഫിസിക്കലി ഇപ്പൊ പ്രിപ്പയർ ആവേണ്ടത്. അവാർഡ് ഫംഗ്ഷൻ എന്തായാലും ഇന്ന് എന്നോട് സംസാരിക്കാൻ ആർക്ക് വേണം ബ്രോൺസ് ആയിട്ട് സ്റ്റേജിൽ കയറാം, ആർക്ക് വേണം സിൽവർ ആയിട്ട് സ്റ്റേജിൽ കയറാം. കാരണം എന്താ, ഇനി 8 ദിവസവും ഇനി 32 31 ദിവസം ഉണ്ട്. എന്ത് സാധ്യമാണ്? 5 ദിവസം 6 ദിവസം കൊണ്ട് ബ്രോൺസ് ആയ ആൾക്കാരുണ്ട്, 1 മാസം കൊണ്ട് സിൽവർ ആയ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവാർഡ് ഫംഗ്ഷൻ നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. അപ്പൊ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഒരു സീരിയസ് പ്ലെയർ ആണ്. ഒരു സീരിയസ് പ്ലെയർ ആയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രസന്റ് ഡ്രാമ, ഞാൻ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കോർ ആയിരിക്കണം. കോർ അതിനെന്ത് ചെയ്യണം, നമ്മുടെ കൺസിസ്റ്റൻസി ഓഫർ പ്രൊമോട്ട് ചെയ്യണം. എന്താണ് കൺസിസ്റ്റൻസി ഓഫർ? 100 PV ബിസിനസ്, 100 PV 3500 രൂപയുടെ, 3300 3500 രൂപയുടെ പർച്ചേസ്. കുറെ സാധനം നമുക്ക് വീട്ടിലേക്ക് വേണം, കുറച്ച് പേർക്ക് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ റെക്കമെൻഡ് ചെയ്യണം. ഇത് 4 മാസം ചെയ്താൽ 5-ാം മാസം നമുക്ക് ഏതാണ്ട് 3000 രൂപ MRP ഉള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോഴാണ് 47% ലാഭം. ആ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളെല്ലാം അവർക്ക് അറിയില്ല, പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അവിടെ ചെയ്യുമ്പോൾ നമ്മളൊരു കോർ ആയി കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് പ്രോഫിറ്റബിൾ ആയി. നമുക്ക് 6 ടീമുണ്ട്, 6ലേക്ക് നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് 1 lakh ഇൻകത്തിലേക്ക് എത്താവുന്ന ഒരു ക്രൗണായി മാറും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബുക്ക് വായിക്കണം, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, CD കേൾക്കണം, നമ്മുടെ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങും എല്ലാം അറ്റൻഡ് ചെയ്യണം. ഒരു വീക്ക്ലി മീറ്റിംഗ് നിങ്ങൾ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകണം. നമുക്ക് വീക്കിലി CNT കമ്പനിയുടെ പ്രോഗ്രാം ഉണ്ട്, CNT ഉണ്ട്, അഗ്രി ട്രെയിനിങ് ഉണ്ട്, ബ്യൂട്ടി ട്രെയിനിങ് ഉണ്ട്, നിരവധി പ്രോഗ്രാംസ് ഉണ്ട്. എന്തിനാണ് ഈ പ്രോഗ്രാം കമ്പനി അറേഞ്ച് ചെയ്തത്? നമുക്ക് നോളജ് ഉണ്ടാക്കി തരാൻ. നമുക്ക് കാരണം നോളജ് ഈസ് പവർ. അത് നിരന്തരമായിട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, അവിടെ അടുത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു അപ്ലൈൻ ലീഡർ നിങ്ങളെ മോണിറ്റർ ചെയ്യണം. എന്താണ് മോണിറ്റർ ചെയ്യേണ്ടത്? നമ്മൾ അതിനാണ് ഒരു മാസത്തെ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ അപ്ലൈനെ മറ്റൊന്ന് കൗൺസിൽ ചെയ്യണം. എന്തെന്ന് വെച്ചാൽ, ഓരോ മാസവും നമ്മളൊരു പ്ലാനിങ് ഉണ്ടാക്കും. ഈ മാസം ഞാൻ എത്ര പേരെ ബിസിനസ് കാണിക്കും? എന്റെ ലിസ്റ്റിൽ 50 പേരുണ്ട്. എത്ര പേരെ ദിവസം? 3 പേരെ വെച്ച് കാണിച്ചാൽ ഒരു മാസം നിങ്ങൾക്ക് 30 കൂടെ 3 90 പേരെ ബിസിനസ് പ്ലാൻ കാണിക്കാൻ പറ്റും. 90 പേര് നിങ്ങൾ പ്ലാൻ കാണിച്ചാൽ ഗ്യാരണ്ടി 50% ആൾക്കാർ ജോയിൻ ചെയ്യും. ആ പ്ലാൻ കാണിക്കുന്നത് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. നമ്മളതാണ് 4 ബേസിക്സിൽ പറഞ്ഞത്, പറയാൻ നമുക്ക് സമയമില്ല. ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട്, എപ്പോഴും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ആൾക്കാരെ കാണാൻ പോകരുത്. കാഷ്വലായിട്ട് പോയാൽ റിസൾട്ട് ഉണ്ടാവത്തില്ല. ഒരു പക്ഷെ ആ വ്യക്തി വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക, അപ്പൊ വാല്യൂ കൂടും. നിങ്ങൾ ഫോൺ വിളിച്ച്, സാർ എന്റെ പേര് ഷാഹിൻ, സാർ ഇപ്പൊ എവിടെയാണ്? ഞാൻ വീട്ടിലുണ്ട് സാർ, എനിക്ക് സാറിനൊന്ന് കാണും. എന്തിനാ കാണുന്നത്? സാർ ഞാൻ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരു പുതിയ പ്രോജക്ട് കൊണ്ടണം, എന്നിട്ട് വേണം പോയി പ്രസന്റ് ചെയ്യാൻ. എങ്കിൽ ഉറപ്പായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിക്കാൻ സാധിക്കും. എങ്ങനെയെങ്കിലും പോയി പറയണത് സീരിയസ് ആയിട്ട്. പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധം ഞാൻ പറഞ്ഞുതരാം. സാറേ ഞാനിപ്പോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, തീർന്നു, അവിടെ തന്നെ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് നിങ്ങൾ എന്താണെന്ന് പറഞ്ഞില്ല, ആ വ്യക്തിക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അതേസമയം നിങ്ങൾ അദ്ദേഹത്തിനെ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറേ ഞാനൊരു പുതിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റ് നമുക്ക് തരുന്ന വിനയൻ ടീമിന്റെ ഒരു ഓർഗനൈസേഷനാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവോൾവ് ആണ്. ആ പ്രോജക്റ്റിനെ കുറിച്ച് എനിക്ക് പ്രസന്റ് ചെയ്യാൻ എനിക്ക് സാറിന്റെ ഒരു 40 മിനിറ്റ് സമയം. സാർ എപ്പോഴാണ് ഫ്രീ? അദ്ദേഹം പറയും, ഞാൻ നാളെ പറ്റില്ല. നമുക്ക് മറ്റന്നാൾ ആക്കിയാലോ? സർ വാട്ട് ടൈം സർ? ക്യാൻ യു കം ഇൻ മോർണിംഗ് 10 AM? യെസ് സർ. നമ്മൾ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മോർണിംഗ് 10 മണിക്ക് എനിക്ക് സമയം തന്നു. ഈ 1 മണിക്കൂർ അദ്ദേഹത്തിന്റെ മുമ്പ് ഇരുന്നേ പറ്റും. ഷാജി, ഞാൻ ആദ്യപ്പോഴാണ് ഇടയ്ക്ക് ഒരു കോൾ കയറി വന്നാണ് കട്ടായി. ഓക്കെ, അപ്പൊ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു 10 മണിക്ക്, രാവിലെ 10 മണിക്ക്. അദ്ദേഹം എന്റെ മുമ്പേ 1 മണിക്കൂർ സമയം, 1 മണിക്കൂർ അദ്ദേഹം മുമ്പേ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കും. അദ്ദേഹത്തിന് വേറെ എൻഗേജ്മെന്റ് ഇല്ല. അതൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത സമയമാണ് നാം പറഞ്ഞ കേൾക്കും. അതേസമയം നിങ്ങൾ കാഷ്വലായിട്ട് ഒരാൾ സ്ഥലത്ത് കയറി പോവുകയാണ്, കാഷ്വലായിട്ട്
അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വീട്ടിൽ കയറിപ്പോയി. പുള്ളി വേറെന്തോ തിരക്കിൽ നിൽക്കുക. നിങ്ങൾ അദ്ദേഹത്തിന് അറിയാം, പോയോ അദ്ദേഹം കേൾക്കുമോ നിങ്ങൾ പറയുന്നത്? പലപ്പോഴും എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്, സങ്കടം. ചില ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് പറഞ്ഞേക്കാം, സാറേ ഒരു 5 മിനിറ്റ് സമയം തരും, സാർ ഒരു 10 മിനിറ്റ്, സാറിന് ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി. ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. 5 മിനിറ്റോ 10 മിനിറ്റ് കൊണ്ടോ ലോകത്തിലെ ദൈവികമായ മനോഹരമായ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഔട്ട് ഓഫ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. മിനിമം ഇത് പറയാൻ ഒരു 25 to 30 മിനിറ്റ്സ് മിനിമം വേണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. അവര് ഫ്രീ ആയിരിക്കണം. ഞാൻ നേരത്തെ പറയും, നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ടാവണം, ടൂൾസ് ഉണ്ടാവണം, ഡെമോ കിറ്റ് ഉണ്ടാകും. ചിലപ്പോൾ എല്ലാം കാണിക്കാനോ പറയാനോ പറ്റുന്നില്ല. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട്, സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓൺട്രപ്രണർ, ഒരു ലീഡർ ആണെന്ന് മനസ്സിലാവും. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഡ്രസ്സിങ്, നമ്മൾ കണ്ട നമ്മളൊരു പ്രൊഫഷണൽ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും ഇൻഷർട്ട് ചെയ്യട്ടും, നിങ്ങൾ അങ്ങനെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പ്രസന്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഒരുപാട് സമയം, അവർ തന്ന സമയത്തുള്ളത് പ്രസന്റ് ചെയ്യണം. 40 മിനിറ്റ്സ് എങ്കിൽ മേ ബി 10 മിനിറ്റ്സ് കൂടെ എടുത്തോളൂ. 1 അവർ എങ്കിൽ 1 അവർ അത് പ്രസന്റ് ചെയ്ത് അവർ തിരിച്ചു വരുന്ന സ്ഥലത്ത് കുറച്ച് മെറ്റീരിയൽസ് കൊടുക്കണം. എന്തിനാ മെറ്റീരിയൽ കൊടുക്കണം? നിങ്ങൾ വാഗൊണ്ട് പറഞ്ഞിട്ട് അവർക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ബ്രോഷേഴ്സ് കൊടുക്കാം, സമൃദ്ധിയിലേക്കുള്ള പാത കൊടുക്കാം, ഐസെ ബിസിനസ് കഹാ, ഇതുപോലത്തെ ബിസിനസ് എവിടെയാണുള്ളത്, കുറെ മെറ്റീരിയൽസ് കൊടുക്കാം, പ്രോഡക്റ്റ് ബ്രോഷർ കൊടുക്കാം. പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നു, കാശ് മേടിച്ചിട്ട് കൊടുക്കണം. സാർ ഈ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്യും. നമുക്ക് ഏറ്റവും ഫേസ് വാഷ് പോലുള്ള പ്രോഡക്റ്റ് കൊടുക്കാം. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുത്തു, അത് പറയാനുള്ള ആർജവവും ധൈര്യവും നമുക്കുണ്ട്. ആ ആളാണ് പ്രസന്റർ. അത് എത്രയും പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് 3-4 പേർക്ക് പ്രസന്റ് ചെയ്തു, നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ഒരു അപ്ലൈൻമെന്റ്. എന്താണ് മോണിറ്റർ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റ് ആണോ? നിങ്ങൾ ഇന്ന് കാണുന്ന സീനിയർ ലീഡേഴ്സ് എല്ലാം തന്നെ, മനോജ് പറയലായാലും ഷാജി മത്തലാം, അവരെല്ലാം മോണിറ്റർ ചെയ്യുന്നവരുടെ അപ്ലൈൻ ലീഡർ ഉണ്ട്. അവർ റിപ്പോർട്ട്, സാർ ഞാൻ ഇത്രയും വർക്ക് ചെയ്തു, ഇന്നത് ചെയ്തു. അവിടെ മോണിറ്റർ ചെയ്യപ്പെടണം. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണെന്ന് മനസ്സിലാവത്തുള്ളൂ. മാസത്തിലൊരിക്കൽ അപ്ലൈനുമായിട്ട് കൗൺസിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആണോ. നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുകളാണ് അപ്ലൈൻ, ആക്റ്റീവ് അപ്ലൈൻ. നമ്മൾ അത്രയും ചെയ്യുമെങ്കിൽ നമ്മളൊരു സീരിയസ് പ്ലെയർ ആയാൽ നമ്മളൊരു കോറാവും. നമുക്ക് ബിസിനസ് പ്രോഫിറ്റബിൾ ആണ്. ബിസിനസ് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ ഈ മോണിറ്ററിങ് അത്യാവശ്യം. നമ്മൾ ഏത് ലെവലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്? ഒരു LOB സൈഡ് ഓളിയുമ്പോൾ നമുക്ക് 20,000 രൂപയായി. 2 LOB സൈഡ് ഓളിയാൽ നമുക്ക് 50,000 60,000 രൂപയായി. 3 LOB സൈഡ് ഓളിയും കുറച്ച് വോളിയും കൂടുതൽ വന്നാൽ നമുക്ക് 1 lakh ഇൻകത്തിലേക്ക് എത്തി. അപ്പൊ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ബിസിനസിനെ കൊണ്ടുപോകണം. സിസ്റ്റമാറ്റിക് ആയിട്ട്. അതിനാണ് മെയിൻ ടീം സിസ്റ്റം. അപ്പൊ ആ സിസ്റ്റം പറഞ്ഞ കാര്യങ്ങൾ അനുവർത്തിക്കാമെങ്കിൽ ചെയ്യാമെങ്കിൽ ഒറ്റ ഇതേ ഉള്ളൂ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ബിസിനസ് പ്രോഫിറ്റബിൾ ആവും. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ എവരിഡേ ആക്ടിവിറ്റിയിൽ വരണം. എന്താണ് എവരിഡേ ആക്ടിവിറ്റി? നിങ്ങൾ എത്ര മണിക്കാണ് ഉണരുന്നത്? നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഡ്രീം ബുക്ക് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഡ്രീം എല്ലാം എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഡ്രീം ബുക്കിൽ എന്തൊക്കെ ഡ്രീംസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്? അത് വിഷ്വലൈസ് ചെയ്യണം. അപ്ലൈനെ അങ്ങോട്ട് ഫോൺ ചെയ്യണം, അപ്ലൈൻ ഇങ്ങോട്ട് വിളിക്കാനിരിക്കരുത്. ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളുടെ മെയിൻ ലീഡേഴ്സുമായിട്ടും നിങ്ങളുടെ അപ്ലൈൻ, ആക്റ്റീവ് അപ്ലൈൻ, നിങ്ങളെ മോണിറ്റർ ചെയ്യുന്ന വ്യക്തികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയണം, സാർ ഇന്ന് എനിക്ക് 3 പ്ലാൻ ഉണ്ട്, ഒരു അഗ്രി ഡെമോയുണ്ട്, ഒരു വെൽനസ് മീറ്റ് ഉണ്ട്. ഇനി തുടക്കത്തിൽ നിങ്ങൾക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പൊ നമ്മുടെ അപ്ലൈന്റെ സഹായം എടുക്കണം. നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ എവരിഡേ ആക്ടിവിറ്റി, നമ്മളെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. നമ്മൾ വെൽനസ് പ്രോഡക്റ്റ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ നമ്മൾ ഈ ഞാനൊക്കെ വെൽനസ് പ്രോഡക്റ്റ് പബ്ലിക്കായിട്ടാണ് കഴിക്കുന്നത്. എന്തിനാ? അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഒരു ട്രെയിനിൽ ഇങ്ങനെ AC ഇരുന്ന് ഇങ്ങനെ പ്രോഡക്റ്റ് കഴിച്ചപ്പോൾ തൊട്ടപ്പുറത്തിരുന്നൊരു വയസ്സാലോട് ചോദിച്ചു, അയ്യോ മോനെ, എന്തുമാത്രം അസുഖങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ആന്റി ഇതൊന്നും അസുഖത്തിന് വേണ്ടി കഴിക്കുക, അസുഖം വരാതിരിക്കാൻ വേണ്ടി കഴിക്കുന്നതാണ്. അപ്പൊ ലേഡിക്ക് മനസ്സിലായില്ല എന്തൊക്കെയാ കഴിച്ചത്. അപ്പൊ ഞാൻ ഫ്ലാക്സ് ഓയിൽ എടുത്ത് കാണിച്ചു. എന്നിട്ട് ഞാൻ കഴിച്ച പ്രോഡക്റ്റിന്റെ ഇതെല്ലാം എടുത്ത് കാണിച്ചു. 6-7 എണ്ണം ഉണ്ടായിരുന്നു. ഇത്രയാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതിന് ഫ്ലാക്സ് ഓയിൽ, ഇത് വൈറ്റമിൻ C, ഇത് സീബക്തോൺ, എനിക്ക് സിങ്ക് കിട്ടാൻ വേണ്ടി, ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി കഴിക്കുന്നത്. സത്യം നിങ്ങൾ വിശ്വസിക്കത്തില്ല, ആ ലേഡി എൻ്റെ ഇത് ആംല വാങ്ങിയിട്ട് പോയി.
ആംല വാങ്ങിയിട്ട് പോയി. അവർ എൻ്റെ ആംല ട്രെയിൻ വെച്ച് ആംല വാങ്ങിയിട്ട് പോയി. അപ്പൊ നമ്മളിത് പബ്ലിക്കായിട്ട് തന്നെ കഴിക്കണം. രണ്ടാ, നമ്മുടെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് എക്സിബിറ്റ് ചെയ്ത് വെക്കണം. നോക്ക്, എന്റെ വീട്ടിൽ എല്ലാ സ്ഥലത്തും ഞാൻ ഈ പ്രോഡക്റ്റ് എക്സിബിറ്റ് വെച്ചിട്ടുണ്ട്, കാണാം. നോക്കൂ, എല്ലാം എന്റെ വീട്ടിൽ എല്ലാം ഷോക്കേസ് എവിടെ പോയാലും ആര് വീട്ടിൽ വന്നാലും ഒന്നിട്ട് ചോദിക്കും, ഇതെന്താ പ്രോഡക്റ്റ്, ഇതെന്താ സാധനം? ഞാൻ ചെയ്യുന്ന ബിസിനസിന്റെ പ്രോഡക്റ്റ്. അഭിമാനത്തോടെ പറയണം. നമ്മൾ ഇതിനെ ഷോക്കേസിംഗ് എന്ന് പറയും. നിങ്ങളുടെ വീട്ടിൽ ഷോക്കേസ് ചെയ്യണം ഈ പ്രോഡക്റ്റ്. പലപ്പോഴും കഴിഞ്ഞ ഒരാൾ കല്യാണം വിളിക്കാൻ തോന്നിയപ്പം അദ്ദേഹത്തിന് ഞാൻ എല്ലാ അർജുനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പുള്ളി പറയാൻ എനിക്കിത് കിട്ടുമോ, കുർക്കുമിനെ കുറിച്ച് പറഞ്ഞു. അവർ വിളിച്ചത് കല്യാണം വിളിക്കാൻ വന്നിട്ട് വേണം 3000-3500 പ്രോഡക്റ്റ് എടുത്തോണ്ടാ പോയത്. ഞാനായിട്ട് പറഞ്ഞാൽ അവർ ചോദിക്കും, അതിന് എക്സിബിറ്റ് ചെയ്ത് ബ്യൂട്ടി പ്രോഡക്ട്സ്. എൻ്റെ ഒരു പുതിയ അനുഭവമാണ്, എൻ്റെ അനുഭവമാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്നോട് ഒരാളെന്ന് പറഞ്ഞു, സാറേ വെളുക്കുന്ന എന്തെങ്കിലും ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ വെളുക്കുന്ന ക്രീമില്ല, ബ്രൈറ്റനിങ് ക്രീം എന്നൊരു ക്രീം ഉണ്ട്. അത് ഇത്തിരി വില കൂടിയതാണോ? അപ്പോൾ എൻ്റെ എടുത്തടി ചോദിക്കുക, 10,000-12,000 രൂപ. ഞാൻ 10,000 2,500 രൂപയ്ക്ക്. പുള്ളി പറഞ്ഞത്, ഞാൻ പറഞ്ഞു വെളുക്കുന്നതല്ല, ബ്രൈറ്റനിങ് ക്രീം, നിങ്ങൾക്ക് കുറച്ചൊരു ഷൈനിങ് കിട്ടും. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. MRP തന്ന അദ്ദേഹം എൻ്റെ ആ സമയത്ത് എൻ്റെ പ്രോഡക്റ്റ് ഇല്ല. MRP പേ ചെയ്തിട്ട് ഞാൻ വെസ്റ്റേജ് ഓഫീസ് പറഞ്ഞു കൊടുത്തു, സ്റ്റാച്യൂല്. അവിടെ പോയി MRP പേ ചെയ്തിട്ട് ആ പുള്ളി ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട്. എസ്പെഷ്യലി ബ്യൂട്ടി പ്രോഡക്ട്സ് നമുക്ക് പറയാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്ത ആൾക്കാർക്ക് വില പ്രശ്നമേ അല്ല. ബാക്കി പല പ്രോഡക്റ്റും അവർ ബാർഗെയിൻ ചെയ്യും, പക്ഷെ ബ്യൂട്ടി പ്രോഡക്റ്റിന് ഒരു മനുഷ്യനും ബാർഗെയിൻ ചെയ്യില്ല. ഫുൾ MRP, കാരണം അത്രമാത്രം കൺവിൻസിങ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് പലതും. അപ്പൊ നമ്മളത് റെക്കമെൻഡ് ചെയ്യണം, അത് നമ്മളെ വീട്ടിലെ ഷോക്കേസ് ചെയ്യണം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എടാ, നീ ഷോക്കേസിൽ വെസ്റ്റീന്റെ പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നത്, ഫേമസ് ഡോക്ടറാ പറഞ്ഞ. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഈ വീട് വെച്ചതിൽ കൂടെ അല്ലേ, 2 കാർ വാങ്ങിയത് കൂടെ അല്ലേ, എന്റെ മോൻ പഠിക്കുന്നത് ഇത് ബിസിനസ് ഇൻകം കൊണ്ടല്ലേ. സോ ഐ എം ഡാം സീരിയസ് മാൻ. അപ്പൊ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളുടെ വീട്ടിലെ ഈ പ്രോഡക്റ്റിന് സ്ഥാനം കൊടുക്കണം. എന്റെ വീട്ടിൽ ഏതൊക്കെ സ്ഥലത്ത് ഞാൻ വയ്ക്കാൻ പറ്റും അവിടെയെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പല പ്രോഡക്റ്റ് പല റൂമില്ല. ലിനിയുടെ റൂമിലൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് വെച്ചിട്ടുണ്ട്. എന്റെ റൂമിന്റെ ഷോക്കേസ് ആക്കി ഞാൻ ഈ വെൽനസ് പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട്. ആരും വന്നാലും അവിടെ പോയി ചിലരൊക്കെ എടുത്തു നോക്കും. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, അവർ ഇങ്ങോട്ട് ചോദിക്കും. അതിലാണ് ഷോക്കേസ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഈ ബിസിനസ്സിന് ഏറ്റവും വലിയ പ്രത്യേകത ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ്സാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും. ഇവരുടെ ആക്ടിവിറ്റി രാവിലെ മുതൽ ഞാൻ ഈ പറഞ്ഞ ആക്ടിവിറ്റി വരും. 2-3 പേജ് ബുക്കുകൾ വായിക്കണം. ഇഷ്ടം, എൻ്റെ 400ഓളം ബുക്കുകളുണ്ട്. നെപ്പോളിയൻ ഹില്ലിന്റെ ബുക്കുണ്ട്, ശിവഖേരയുടെ ബുക്കുണ്ട്, യു ക്യാൻ വിൻ. എന്തുമാത്രം ഡോക്ടർ APJ അബ്ദുൽ ബുക്കുണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ക്വസ്റ്റ്യൻസ് ആർ ദ ആൻസേഴ്സ്, അലൻ പീസ്. ഈ ബുക്കുകളൊക്കെ നമുക്ക് നോളജും, നമുക്ക് ഒരുപാട് നമ്മളിൽ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരും. മീറ്റിംഗും ഫംഗ്ഷനെല്ലാം അറ്റൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ തട്ടേക്കാട് ഒരു ഫംഗ്ഷൻ ചെയ്തു. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാർക്ക് 1-2 പേര് അവിടെ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ചു അവർക്കുണ്ടായ മാറ്റം. കാരണം എപ്പോഴും മനസ്സിലാക്കാൻ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ ദിവസവും. അപ്പൊ നമ്മൾ ബുക്ക് വായിക്കുകയും നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുകയും നമ്മുടെ ഡ്രീംസിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അദൃശ്യമായ ഒരു ശക്തി നമ്മുടെ സബ് കോൺഷ്യസിനെ എംപവർ ചെയ്യും. നമ്മുടെ ഉപബോധ മനസ്സ് സ്ട്രോങ് ആവും. അവിടെയാണ് നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ തോന്നുന്നത്. അപ്പൊ നിങ്ങൾ വെസ്റ്റേജിന് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്ന് എന്നോട് ചോദിച്ചു നോക്കൂ, ഞാൻ വെസ്റ്റേജിന് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത്? വെസ്റ്റേജിന് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ഇരിക്കുന്ന മനോഹരമായ വീട്, ഞാൻ സഞ്ചരിക്കുന്ന മനോഹരമായ കാറ്, എല്ലാ വർഷവും ഞാൻ പോകുന്ന ഫോറിൻ ട്രിപ്പുകൾ, സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം എങ്ങനെ ഉണ്ടായി? ഈ ബിസിനസ് പ്ലാൻ വിനിയൻ ടീം പറയുന്ന സിസ്റ്റം അനുസരിച്ച് ഒരു 10-16 പേർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവരിലൂടെ വന്ന ആൾക്കാർ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരോടൊപ്പം മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. അവരോടൊപ്പം ഞാൻ അറിയാതെ എന്നെ മാറ്റിയെടുത്തു. എങ്ങനെ? മീറ്റിംഗ് ഫംഗ്ഷൻ ട്രെയിനിങ്. ഇതാ വരുന്ന അവാർഡ് ഫംഗ്ഷൻ, അടുത്ത് ഇറങ്ങുന്ന FRU, ഫെബ്രുവരി FRU, വെസ്റ്റേജിന്റെ CNT മുതലുള്ള ഫംഗ്ഷൻ, അഗ്രി ട്രെയിനിങ്, ഹെൽത്ത് ട്രെയിനിങ്, എന്തെല്ലാം ട്രെയിനിങ്, VIP, വെസ്റ്റേജ് ഇനിഷ്യേഷൻ പ്രോഗ്രാം, VLC, വെസ്റ്റേജ് ലീഡർഷിപ്പ് കോൺക്ലേവ്, വെസ്റ്റേജ് സിംപോസിയം, എന്തെല്ലാം മീറ്റിംഗ്. ഇതൊക്കെ എന്തിനാ കമ്പനി ചെയ്യുന്നേ? നമ്മളെ എംപവർ ചെയ്യാൻ.
നമ്മളൊരു ലീഡറാക്കാൻ. ഈ ബിസിനസ് നിങ്ങളൊരു ലീഡറായാൽ നിങ്ങൾ ആൾക്കാരെ ലീഡ് ചെയ്യണം, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ 10 കോർ സ്റ്റെപ്പ്, വിന്നിംഗ് ടീമിന്റെ 10 കോർ സ്റ്റെപ്പ് അത് പറഞ്ഞു കൊടുക്കണം. അത് ചെയ്യാനുള്ളതാണ്. ഇത് ചെയ്യുമ്പോഴാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് പോലെ അവരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനാണ് സിസ്റ്റം. ഞാൻ നേരത്തെ റെയിൽവേയുടെ കാര്യം പറഞ്ഞു. ഒരു കേരള എക്സ്പ്രസ് ട്രിവാൻഡ്രത്ത് നിന്ന് ഡൽഹി അപ്പോഴത്തേക്ക് എത്രയോ ഡ്രൈവർ മാറിയിട്ടുണ്ടാവും, ലോക്കോ പൈലറ്റ്. അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ സിസ്റ്റമാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ വിന്നിംഗ് ടീം, വെസ്റ്റേജ് ബിസിനസ് വിജയിക്കാൻ അവരൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ സിസ്റ്റത്തിൽ നിങ്ങൾ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇല്ലെങ്കിലും അവർക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. നാളെ നിങ്ങൾ ഇല്ലെങ്കിൽ ബിസിനസ് നടക്കണ്ടേ? ഇപ്പൊ നിങ്ങളിൽ പലരുടെ അപ്ലൈൻ്റ് ഉള്ള സുരേഷ് കുമാർ, ഓട്ടോ ഡ്രൈവർ, അദ്ദേഹത്തെ ഇതൊന്ന് മരിച്ചുപോയി. പാവം, കുറച്ചു ദിവസം ചികിത്സയിലായിരുന്നു, സ്ട്രോക്ക് വന്നതാ. പക്ഷെ അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ട് സ്ട്രോക്ക് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്ന് നിങ്ങൾ ആലോചിച്ചു. അദ്ദേഹത്തിന്റെ വൈഫ് ഷിതയ്ക്കും ഇന്ന് അവർക്ക് വെസ്റ്റേജിന് വരുമാനമുണ്ട്. 1,00,000+ ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇന്നും കുടുംബം. എന്തുകൊണ്ട്? വെസ്റ്റേജിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ലെഗസി. കുടുംബത്തേക്ക് ജീവിതകാലം മുഴുവനും വെസ്റ്റേജ് ഉള്ളത്തോടത്തോളം കാലം അദ്ദേഹത്തിന് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പൂനെയിൽ രാജേന്ദ്ര ജിത്കർ എന്നൊരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ മരിച്ചുപോയി. ഇതുപോലെ അറ്റാക്ക് ഒന്ന് മരിച്ചുപോയതാ. പക്ഷെ അദ്ദേഹം അന്ന് UCD ആയിരുന്നു, പിന്നീട് അദ്ദേഹം DCD ആയി, പിന്നെ DUCD ആയി. അദ്ദേഹത്തിന്റെ വൈഫ് മഞ്ജുഷ ബാബി നമ്മൾ വിളിക്കും. എന്നൊരു 5 lakhs അബോ ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുക അദ്ദേഹം അന്ന് ചെയ്തുകൊണ്ട്. അപ്പൊ ഒരു സെൻസ് ഓഫ് അർജൻസിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നേ ഉള്ളൂ, ലൈഫ് ഒരെണ്ണമേ ഉള്ളൂ. ആ ലൈഫിൽ, ആ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ നേടണം, എങ്ങനെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഹെൽത്തിയും വെൽത്തിയുമായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിന് ദൈവമായിട്ട് കൊണ്ടുവന്നൊരു ബിസിനസ്സാണ് വെസ്റ്റേജ്. ഇവിടെ ഒരു ടാർഗറ്റും ഇല്ല, ഒരു ടെറിട്ടറി ഇല്ല, ഫ്രീഡമുള്ള ബിസിനസ്. ആ ബിസിനസ്സിൽ വിന്നിംഗ് ടീം പറയുന്ന സിസ്റ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അപ്ലൈനുമായിട്ട് കണക്ട് ചെയ്ത് അപ്ലൈനുമായിട്ട് ഒരു നല്ല അസോസിയേഷൻ ഉണ്ടായി വർക്ക് ചെയ്യാൻ തരുന്നുണ്ടെങ്കിൽ, സ്കൈ ഈസ് ദ ലിമിറ്റ്. എന്റെ വാക്കാണ്, സ്കൈ ഈസ് ദ ലിമിറ്റ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉയരത്തിലെത്താൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മാത്രമല്ല, നിങ്ങൾ ഈ സിസ്റ്റം അനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത്, കമ്പനി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച്, വിന്നിംഗ് ടീം പറയുന്ന അനുസരിച്ച്, നിങ്ങളുടെ അപ്ലൈൻ പറയുന്ന അനുസരിച്ച്, 10 കോർ സ്റ്റെപ്പ് അനുസരിച്ച്, കോർ ഗോഗട്ടർ അനുസരിച്ച്, ആ സ്ട്രക്ചറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പൈസ വേണോ ഈ ബിസിനസ് തരും. സാമ്പത്തിക ഭദ്രത, ഫൈനാൻഷ്യൽ ഫ്രീഡം ഈ ബിസിനസ് തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദിവസം ഒരു 3-4 പേർക്ക് ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കണം. എനിക്ക് സത്യം പറയാൻ വേണ്ടി ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ട്രിവാൻഡ്രം ഓഫീസിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. പുതിയ ബ്രോൺസ് ഡയറക്ടർ ഉണ്ടായി, പുതിയ സിൽവർ ഉണ്ടായി. അവിടെ നമ്മൾ കേക്ക് കട്ടി ഉച്ചയ്ക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചു, എല്ലാവരും പിരിഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ പലരും തീരുമാനമെടുത്തിട്ടാണ് പിരിഞ്ഞത്. സാർ അടുത്ത വർഷം അതിൽ 1-2 പേരും, സാർ അടുത്ത വർഷം എന്റെ കാർ എനിക്ക് ഇറക്കേണ്ടതാണ്. വേറെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എന്റെ ഇലക്ട്രിക് കാറാണ് സാർ, കാറിന്റെ താക്കോൽ തരാൻ തയ്യാറായിക്കൊള്ളൂ. ഞാൻ പറഞ്ഞു എപ്പോഴാ? ഒക്ടോബറിൽ. തീയതി വരെ തീരുമാനിച്ചു വെച്ചിരിക്കുക. നമുക്ക് എന്താ ഒക്ടോബർ 24 പ്രത്യേകത? അതെന്റെ ബർത്ത്ഡേ ആണ് സാറേ. എന്തൊരു സന്തോഷമുള്ള കാര്യം എന്ന് ചോദിക്കുക. അദ്ദേഹത്തിന്റെ പിറന്നാളിന് അദ്ദേഹം പുതിയ ഇലക്ട്രിക് കാർ എടുക്കുന്നു. തീരുമാനിച്ചിരിക്കുക, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സിസ്റ്റം പറയുന്നതനുസരിച്ച് വെസ്റ്റേജിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആ പ്ലാൻ കുറച്ചു പേർക്ക് പറഞ്ഞു കൊടുക്കാമെങ്കിൽ നമ്മൾക്ക് ഈ ബിസിനസ് റിച്ചും ഫേമസും ആവാം. ഞങ്ങൾ ഈ കഴിഞ്ഞ ലണ്ടൻ ട്രിപ്പ് വന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഒരു വീട്ടമ്മ ഉണ്ടായിരുന്നു, ദീപാലി പെട്രാവാല എന്ന് പറയും, DMCM ആണ്. ഞാൻ മുമ്പ് ഒരു കാണുന്ന സമയത്ത്, നമ്മൾ ഏതോ ഒരു ട്രിപ്പിന് വന്ന സമയത്ത് നമ്മൾ അവരെ പരിചയപ്പെട്ടു. എനിക്ക് ഹിന്ദി അറിയാം, സംസാരിച്ചു. അപ്പൊ ദീപാലി പെട്രാവാല പറഞ്ഞു, എന്നോട് ജ്യോതിഷ് ഭയ്യ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പറഞ്ഞു ഞങ്ങളുടെ ഇൻകം ഇപ്പം 30 lakhs ആയി. ഞാൻ ആദ്യം 13 എന്ന് 13 എന്നാ കേട്ടത്. 30. ഓക്കെ. അപ്പൊ ഇത്തവണ ഞാൻ അവരെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ ഇവിടെ നിന്ന് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മനോജ് പറയുന്ന അറിയാറുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറയും, മാഡം സ്റ്റിൽ യു ആർ ഏണിംഗ് 30-32 lakh. വാട്ട് ആർ യു സേയിങ്? നൗ മൈ ഇൻകം ഈസ് 46 lakh. ആ വീട്ടമ്മ പറയുക, ദീപാലി പെട്രോള ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു. നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പൊ ഞങ്ങളുടെ ഇൻകം 46 ലക്ഷം. അപ്പൊ ഞാൻ മാഡം, നമ്മളിപ്പോ ഡയറക്റ്റ് നിങ്ങൾ ഗുജറാത്തിൽ നിന്നാണ് ഇവിടെ വന്നത്? ഇല്ല, ഞങ്ങളൊരു 4-5 രാജ്യങ്ങൾ കണ്ടിട്ടാ വരുന്നത്. ഞാൻ പറഞ്ഞു ഏതൊക്കെ രാജ്യങ്ങൾ? അപ്പൊ ഗ്രീസ്, ഇറ്റലി, കുറെ രാജ്യങ്ങൾ കണ്ടിട്ടാണ് അവര് ലണ്ടനിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ കൂടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ബിസിനസിന്റെ പവർ. ഒരു വീട്ടമ്മ
ഗുജറാത്തിലൊരു വീട്ടമ്മ 46 ലക്ഷം രൂപ വേസ്റ്റ് ചെയ്യുന്ന മേടിക്കുന്നു. നമ്മുടെ കൂടെ ലണ്ടൻ ട്രിപ്പിനുണ്ടായിരുന്നു. അപ്പൊ സ്കൈ ഈസ് ദ ലിമിറ്റ്. നിങ്ങൾ ഇന്ന് എന്നോട് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു, ജോയ് സാറേ നമ്മൾ കാണുന്നതിന് വേറൊരു വിദേശ രാജ്യത്തായിരിക്കും. ജോയ് സാർ എന്നെ ഓർമ്മയുണ്ടോ, നമ്മളെന്നാ തട്ടേക്കാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. സാറേ ഞാനിപ്പോ BMCM ആയി കേട്ടോ, എന്റെ ഇൻകം 11 ലക്ഷമാണ്. ഇത് അതിവിദൂരമല്ല, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അത് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സീരിയസ് പ്ലെയർ ആയിരിക്കും. നിങ്ങൾക്ക് ഗോൾ ഉണ്ടാവണം, നിങ്ങൾക്ക് ഡ്രീം ഉണ്ടാവണം, നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളെ ഇംപ്രവൈസ് ചെയ്യാൻ തയ്യാറാണ്. ഇംപ്രവൈസ് ചെയ്യണം, നിങ്ങളെ എവരിഡേ ഗ്രോ ചെയ്യണം. എന്നെ ഇംപ്രവൈസ് ചെയ്യണ്ടേ, എന്നെ ഇംപ്രൂവ് ആക്കേണ്ടേ, എന്നെ ഗ്രോ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? എനിക്കാണ്. ഇതെന്റെ സ്വന്തം ബിസിനസ്സാണ്, എന്റെ ബിസിനസ്സാണ്, എന്റെ സ്വന്തം ബിസിനസ്, ഞാൻ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ബിസിനസ്. ആ ഒരു ഉറപ്പോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാമെങ്കിലും വേണ്ടി ഫ്രണ്ട്സ്, 2026 നിങ്ങളുടെ വർഷമാണ്. അപ്പൊ അവിടെ നമുക്കറിയാം, നമ്മളിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പല പല തടസ്സവും ചലഞ്ചൊക്കെ വരും. അത് എല്ലാത്തിലും ഉണ്ട്. ആർക്കാ ഇല്ലാത്തേ? ഗവൺമെന്റുകൾക്ക് മുമ്പ് ഇല്ലേ, വ്യക്തികൾക്ക് മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങൾ അതിജീവിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നത് ഒരു ക്യാപ്ഷനാണ്. വാഷിങ്ടൺ ഇർവിൻ പറഞ്ഞ വളരെ മനോഹരമായ ഒരു സെന്റൻസ് ആണ്. അദ്ദേഹം പറഞ്ഞത് മൈൻഡിനെ കുറിച്ചാണ്. When your mind is weak, situation is the problem. നിങ്ങളുടെ മൈൻഡ് വീക്ക് ആണെങ്കിൽ സിറ്റുവേഷൻ ആണ് പ്രോബ്ലം. സാറിന് എന്റെ സിറ്റുവേഷൻ അറിഞ്ഞൂടാ സാറേ, സാറിന് ഇതൊക്കെ പറയാം, കാരണം എന്റെ സിറ്റുവേഷൻ ഉണ്ട്. കാരണം നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് വീക്കാണ്, മൈൻഡ് സ്ട്രോങ് അല്ല. മൈൻഡ് വീക്ക് ആണെങ്കിൽ when your mind is weak, situation is the problem. രണ്ടാമത്, when your mind is balanced, നിങ്ങളുടെ മൈൻഡ് when your mind is balanced, situation become the challenge. ഹലോ, സിറ്റുവേഷൻ ഒരു വെല്ലുവിളിയായി മാറും എപ്പോ നിങ്ങളുടെ മൈൻഡ് ബാലൻസ്ഡ് ആണ്. അതേസമയം വാഷിങ്ടൺ വീണ്ടും പറയുന്നുണ്ട്, when your mind is strong, when your mind is strong, every situation become an opportunity. നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സിറ്റുവേഷനും അവസരങ്ങളായി മാറും. നിങ്ങൾ ഇതിൽ ഏത് ഗണത്തിലാണ് പെടുന്നത്? എന്നോട് ദേഷ്യം തോന്നരുത്, നിങ്ങൾ ഇതിൽ ഏത് ഗണത്തിലാണ് പെടുന്നത്? പഴയ ആൾക്കാർ വന്ന, സാറേ എനിക്ക് ആ പ്രോബ്ലം, ഈ പ്രോബ്ലം. നോക്കൂ, നിങ്ങൾ ഈ 5 വിരൽ ഇങ്ങനെ വയ്ക്കൂ, നിങ്ങൾ ഈ വിരലുകൾ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഈ 5 വിരലുകൾ, നിങ്ങൾ വിരലിനെ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കിയേ, കൈയെടുത്തേ, നിങ്ങൾ ആ വിരലിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തേ, നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. 5 വിരലുകൾ മാത്രം കാണാൻ പറ്റും, അത് വലുതായിട്ട് വരുന്ന കാണാൻ പറ്റും. പക്ഷെ ഇനി വിരലിന് അല്പം ഇങ്ങനെ വെച്ചേ, എന്നിട്ട് ആ വിരലിന്റെ ഇടയിൽ കൂടി നോക്കിയേ, നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ പറയും, ഇതെല്ലാം പ്രോബ്ലം. നിങ്ങൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നോ അത് ഗ്രോ ചെയ്യും. വാട്ട് എവർ യു ഫോക്കസ് ഇറ്റ് വിൽ ഗ്രോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും, ലോകത്തിനെ കാണാൻ സാധിക്കും. പ്രോബ്ലം എന്നും എല്ലാവർക്കും ഉണ്ടാവും. ആ പ്രോബ്ലത്തിന്റെ ഇടയിൽ കൂടെ സൊല്യൂഷനെയും സിറ്റുവേഷനെയും ഒരു ചലഞ്ചാക്കി മാറ്റി വിജയിക്കാൻ ശ്രമിക്കണം. എന്ത് തടസ്സത്തിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും when your mind is strong. ആ മൈൻഡ് സ്ട്രോങ് ആക്കാനുള്ളതാണ് വിന്നിംഗ് ടീം സിസ്റ്റം, വെസ്റ്റേജ് എന്ന കമ്പനി. ഇതിന് രണ്ടിനെയും കൂടെ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ യു ആർ അൺസ്റ്റോപ്പബിൾ. നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിന്നിംഗ് ടീം സിസ്റ്റം അനുസരിച്ച്, വെസ്റ്റേജ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യാമെങ്കിൽ 19 വേരിയൻസ്, 400 പ്രോഡക്റ്റ്, 1 ബില്യൺ, 8500 കോടി ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ കമ്പനിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ എല്ലാവരും ഉണ്ട്. 2026 നിങ്ങളുടെ സുവർണ വർഷമായി മാറട്ടെ. 2026 ജനുവരിയിൽ നടക്കുന്ന അവാർഡ് ഫംഗ്ഷനെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതിനുശേഷം ഫെബ്രുവരിയിൽ നടക്കുന്ന FRUയിൽ നിങ്ങൾ പങ്കെടുക്കുക, നിങ്ങളുടെ ടീമിൽ പങ്കെടുക്കുക. അത് നിങ്ങളെ 2026 ഒരു സുവർണ സിംഹാസനത്തിൽ എത്തിക്കുന്നുണ്ടാവും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ, ആൾ ദ ബെസ്റ്റ്, വിഷ് യു വെൽത്ത്. താങ്ക് യു സർ. ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമുക്കറിയാം, സാറ് എപ്പോഴും നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫുൾ എനർജറ്റിക് ആയിരിക്കുന്നുണ്ടാവും. ആ മാസം നമ്മൾ ഒരുപാട് ക്വാളിഫിക്കേഷൻ വരാറുണ്ട്. ഈ മാസം നമ്മൾ അതുപോലെ സാറിന് വാക്ക് തരികയാണ്, ഒത്തിരി ക്വാളിഫിക്കേഷൻ നമ്മൾ ഈ മാസം വരുന്നുണ്ട്. അത് നല്ല വരുമാനമുള്ള ക്വാളിഫിക്കേഷൻ ആണ്.
അതുപോലെ FREയിലും അവാർഡ് ഫംഗ്ഷനിലും നമ്മുടെ ടീം മുഴുവനായിട്ടും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവാർഡ് ഫംഗ്ഷനിൽ നിറയെ ആൾക്കാരുണ്ടാവും, അതുപോലെ FREയിലും നല്ല ആൾക്കാരുണ്ടാവും. ഓക്കെ. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും 5 മിനിറ്റ് ചോദിക്കണം, ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ നന്മൂട്ടാക്കി തരാം. ഒരു 5 മിനിറ്റ് സാറിനോട് എന്തെങ്കിലും സാറിൻ്റെ എക്സ്പീരിയൻസ്, കാരണം ഈ മേഖലയിൽ അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ആർക്കെങ്കിലും സാറേ, പെട്ടെന്ന് അൺമ്യൂട്ടാക്കി ചോദിച്ചു. ഹലോ എല്ലാവരും അൺമ്യൂട്ടാക്കിയിട്ടുണ്ട്. ഹലോ. പറയൂ സാറേ, പറയൂ. സാറിന്റെ ക്ലാസ് ഒന്ന് എപ്പോഴും കിട്ടിയ വലിയ ഉപകാരമാണ് സാർ. നമ്മള് ആ ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസ് ഉണ്ട്. ചിലപ്പോ മോർണിംഗ് ക്ലാസ് ഉണ്ടാകും. അല്ല, സാറിന്റെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് കിട്ടിയാലേ നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാ മാസവും ചെയ്ത് കളയാം. എല്ലാ മാസവും ഒരു പ്രോഗ്രാം. സാറിന്റെ ആണ് അബ്ദുൽ കരീം. അബ്ദുൽ കരീം എന്റെ പേര്, അബ്ദുൽ കരീം. സ്ഥലം എവിടെയാ? ഇവിടെ പൂക്കാട്ടുപടി എന്ന് പറയും. എറണാകുളമാണോ? എറണാകുളം ജില്ല. അവാർഡ് ഫംഗ്ഷൻ സംഘടിപ്പിക്കാമല്ലോ. അവാർഡ് ഫംഗ്ഷന് മാക്സിമം ആൾക്കാരെ പങ്കെടുക്കും. നിങ്ങളുടെ നാട്ടിൽ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത്. ഓക്കെ 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 സാർ, താങ്ക് യു. ടിക്കറ്റ് ബുക്ക് ചെയ്തു സാർ, FREയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? പെട്ടെന്ന് ചോദിക്കാം. എല്ലാ മാസം മൊബൈൽ നമ്പർ ഒന്ന് കിട്ടാമോ? അത് ഷാജിക്ക് അറിയാം, ഷാജി തരും. ഞാൻ തരാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഐ ആം ഫ്രം ട്രിവാൻഡ്രം. സാറിന്റെ ട്രിവാൻഡ്രത്ത് എവിടെയാ താമസിക്കുന്നത്? മലയൻകീഴ്. ഞാനിപ്പോ പുതുതായിട്ട് ഇന്ന് എന്റെ ഒരു സുഹൃത്ത് പിന്നെ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ഇവിടെ സിറ്റിയിൽ താമസിക്കുന്ന ആളാണ്, അമ്പലമുക്കില്. സാർ ഇപ്പൊ മീറ്റിംഗിന് വരൂ. കുറച്ച് മീറ്റിംഗ് കൂടെ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ സാർ, ഞാൻ കൊണ്ടുവരാം. രാജു സോപാനത്തിന്റെ ഫ്രണ്ടാണ്. ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം സാറേ. ഓക്കെ സാർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സാറേ, ഞാൻ പിന്നെ ഈ അടുത്തത് തട്ടേക്കാട്ടിൽ വന്നിട്ട് ഒരുപാട് എനർജി കിട്ടിയതാണ്. അതുപോലുള്ള പ്രോഗ്രാം ഈ അടുത്തെങ്ങനെ ഉണ്ടാവും? വീണ്ടും ഉണ്ടാവും. 2 months കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാവും. ഏപ്രിലിൽ വീണ്ടും ഉണ്ടാവും. നെക്സ്റ്റ് ഇതിനെക്കാളും ബെറ്റർ ആയിരിക്കുമോ? കുറച്ചും കൂടെ ടഫ് ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ. അടുത്ത ഇപ്പൊ നിങ്ങൾ ഗെയിം ബേസ്ഡ് ലേണിംഗിൽ കുറച്ചും കൂടെ അടുത്ത സ്റ്റെപ്പ് ആയിരിക്കും അത്. ഓക്കെ സാർ, താങ്ക് യു. കുറച്ചും കൂടെ ഓക്കെ. അത് വരുന്നുണ്ട്, മാർച്ച് ഏപ്രിൽ നടക്കുന്നുണ്ട്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അവാർഡ് ഫംഗ്ഷൻ എത്ര പേരെ പങ്കെടുപ്പിക്കുന്നത്? അവാർഡ് ഫംഗ്ഷൻ സാർ മാക്സിമം കൊണ്ടുവരാൻ നോക്കാം സാർ. ഓക്കെ, സമയമുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ബ്രോൺസ് ആവാൻ പറ്റുന്നു. ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ട്. ബ്രോൺസ് ആവും സാർ. ഓക്കെ സാർ, താങ്ക് യു. ഇന്ന് ട്രിവാൻഡ്രത്ത് ലേഡി ഇന്ന് ക്വാളിഫൈ ചെയ്തവർ ബ്രോൺസ്. ടീം ബിൽഡിംഗ് ക്വാളിഫൈ ചെയ്തു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതെ തട്ടക്കാട്. സാറേ, സാറിന്റെ വാക്ക് കേട്ടിട്ട് ഒരുപാട് എനർജിക് ആയിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര ആവേശം. എവിടെയാണ് സ്ഥലം? കാസർഗോഡ് സാറേ. കാസർഗോഡ്. ഖത്തറിലല്ലേ? പങ്കെടുപ്പിക്കൂ. ഖത്തറിലല്ലേ സാർ? ഖത്തറിലാണ്. ഓക്കെ. സ്വന്തം സ്ഥലം കാസർഗോഡാണ്. അതെ സാറേ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹലോ സാർ, നമസ്കാരം. അനിലാണ്. ആരാണ്? അനിൽ. അരീക്കോട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉത്തരപുരം ഒരു പ്രോഗ്രാമില്. അവാർഡ്. സാറേ, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല സാർ. അവാർഡ് ഫംഗ്ഷൻ എറണാകുളത്ത് കമ്പനിയുടെ ഫംഗ്ഷനാണ്, ഫ്രീ ഫംഗ്ഷനാണ്.
ഷുവർ ഷുവർ. ഇവിടെ അരീക്കോട് ഒരു ബസ് ഉണ്ട്, ആ അതിൽ കുറച്ച് ടീം വരുന്നുണ്ട്, നമ്മളെല്ലാവരും വരുന്നുണ്ട്. ഇവരെ സെലക്ട് ചെയ്ത് കൊണ്ടുവരും. ഈ ബിസിനസ് ആവശ്യമുള്ള സ്വപ്നങ്ങളുള്ള ലക്ഷ്യങ്ങളുള്ള കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് വലിയ ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, സെയിം ടു യു, സെയിം ടു യു. അപ്പൊ ഓക്കെ ഷാജി. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. വളരെ വലിയ ഹെൽപ്പായി സാറിന്റെ ഒരു വരവ് നമുക്ക്. അഡ്വാൻസ് ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ബിസിനസ്സിലൂടെ അടുത്ത വർഷം വലിയ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും കീഴടക്കൂ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എപ്പോൾ വിളിച്ചാലും ഞാൻ വരാൻ റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. വിഷ് യു വെൽക്കം. ഓക്കെ.